സ്വാഗതം ആശംസിക്കുന്നതിനായി SNV സദനം ട്രസ്റ്റ് പ്രസിഡന്റ് ശ്രീമതി CH ഷാരിയെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും വിനീത നമസ്കാരം. പല വാടക കെട്ടിടങ്ങളിലും പ്രവർത്തിച്ചിരുന്ന സദനത്തിന് സ്വന്തമായി സ്ഥലം വാങ്ങാനും കെട്ടിടം വയ്ക്കാനും പരിശ്രമിച്ചത് പ്രൊഫസർ PS വേലായുധൻ സാറാണ്. സദനം ഒരു ചാരിറ്റബിൾ ട്രസ്റ്റായി രജിസ്റ്റർ ചെയ്ത നാൾ മുതൽ 1957 മുതൽ 1993 വരെ അദ്ദേഹം സദനം പ്രസിഡൻ്റായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഈ സ്ഥാപനത്തിന് വേണ്ടി ചെയ്തിട്ടുള്ള ദീർഘവും നിരന്തരവുമായ സേവനങ്ങൾ നിസ്തുലങ്ങളാണ്. ഭരണകാര്യത്തിലുള്ള അദ്ദേഹത്തിൻ്റെ സമർത്ഥമായ നിർദ്ദേശങ്ങൾ സ്ഥാപനത്തിൻ്റെ സർവ്വതോന്മുഖമായ അഭിവൃദ്ധിക്ക് വളരെയേറെ സഹായിച്ചിട്ടുണ്ട്. ഇന്ന് അദ്ദേഹത്തിൻ്റെ 113ാം ജന്മവാർഷിക ദിനമാണ്. ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതിന് ജസ്റ്റിസ് K. സുകുമാരൻ സാറാണ്. പ്രൊഫസർ PS വേലായുധൻ സാറിനോടൊപ്പം ഇടപഴകാൻ സാധിച്ചിട്ടുള്ള സുകുമാരൻ സാർ ആ ഓർമ്മകൾ പങ്കുവയ്ക്കുമെന്ന് കരുതുന്നു. ഈ ഇൻസയുടെ മുഖ്യ രക്ഷാധികാരിയും സദനത്തിൻ്റെ ഉപദേശക സമിതി അംഗവുമായ സുകുമാരൻ സാറിനെ ഭക്ത ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. ആശംസകൾ അർപ്പിക്കാൻ ഇന്നിവിടെ തിരുവനന്തപുരത്തു നിന്നും എത്തിയിട്ടുള്ളത് ഡോക്ടർ TP ശങ്കരൻകുട്ടി നായർ സാറാണ്. ചരിത്ര വിഭാഗം പ്രൊഫസറായിരുന്ന അദ്ദേഹം സെൻറ്റർ ഫോർ ഹെറിറ്റേജ് സ്റ്റഡീസിൻ്റെ ഡയറക്ടർ ജനറലായിരുന്നു. ഇപ്പോൾ ഇൻസയുടെ പ്രസിഡൻ്റാണ്. അദ്ദേഹത്തെയും ഏറ്റവും ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ വിനോദ് കുമാർ സാർ മഹാരാജാസ് കോളേജ് ഹിസ്റ്ററി വിഭാഗം മേധാവിയാണ്. ജീവചരിത്ര പുസ്തകം രണ്ടാമതും പ്രിൻ്റ് ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ പുറകിൽ പ്രവർത്തിച്ച് എല്ലാ സഹകരണങ്ങളോടും ചെയ്തു തന്ന വിനീത് സാറിനെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യട്ടെ. ഡോക്ടർ ജയകുമാരി ഇൻസ പ്രസിഡൻ്റായിരുന്നു. എന്നും സദനത്തോട് പ്രത്യേക മമതയുണ്ട്. സാനുമാഷും സദനവുമായുള്ള ഓർമ്മകൾ പറയാറുണ്ട്. ജയകുമാരി മേഡത്തെയും ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. അഡ്വക്കേറ്റ് OM ശാലീന, ഏറ്റവും ആദ്യത്തെ വനിതാ ഡെപ്യൂട്ടി സോളിറ്റർ ജനറൽ, കേരള ഹൈക്കോടതി കേരള മഹിളാ മോർച്ച വൈസ് പ്രസിഡൻ്റ് കൂടിയാണ്. സ്ത്രീവിരുദ്ധ പ്രശ്നങ്ങളെല്ലാം വളരെ സജീവമായി ഇടപെട്ട് പരിഹാരം കാണാറുണ്ട്. ആര്യ PV സന്തോഷ് കുമാർ, പ്രൊഫസർ PS വേലായുധൻ്റെ പുത്രൻ, വേദിയിലേക്ക് സ്വാഗതം ചെയ്യും സാർ. ജസ്റ്റിസ് PS സുകുമാരൻ സാറിനെ, ഗോപിനാഥൻ സാറിനെ സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങ് സമ്പുഷ്ടമാക്കാൻ എത്തിച്ചേർന്നിട്ടുള്ള ഓരോ മഹത് വ്യക്തികളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാനും പുസ്തക പ്രകാശനം നടത്താനും ഏറ്റവും ആദരണീയനായ ജസ്റ്റിസ് സുകുമാരൻ സാറിനെ ക്ഷണിക്കുന്നു.
ബഹുമാന്യരെ, ഒരു മഹാപ്രതിഭയെ ഓർക്കാനാണ് നാം ഇന്നിവിടെ സമ്മേളിച്ചിരിക്കുന്നത്. ഒരു യുഗത്തിൻ്റെ തന്നെ പ്രഭാവം നിറഞ്ഞ കാലഘട്ടത്തിൽ അതിന് ചിന്താപരമായ മേഖലയിൽ നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞ ഒരു മഹാനായിരുന്നു പ്രൊഫസർ PS വേലായുധൻ. ഞാനും പ്രൊഫസറും തമ്മിലുള്ള ബന്ധം പല ഘട്ടത്തിലും പല തരത്തിലും ആയിരുന്നു. ചില ഘട്ടത്തിലെയും ചില സംഭവങ്ങളുടെയും കാര്യങ്ങൾ അദ്ദേഹം തൻ്റെ ആത്മകഥയിൽ വിവരിച്ചിട്ടുണ്ട്. പക്ഷേ വിവരിക്കപ്പെടാത്ത ഒട്ടേറെ സംഭവങ്ങൾ എന്നെ സംബന്ധിച്ചിടത്തോളം അതിപ്രധാനമായവ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഞാൻ ഒരു കുട്ടിയായിരുന്നപ്പോൾ എൻ്റെ അമ്മാവൻ ഒരിക്കൽ പറഞ്ഞു, മോനെ, നമ്മുടെ എന്ന് വെച്ചാൽ ആ സാഹചര്യങ്ങളുള്ള നമ്മുടെ ഒരാൾ മഹാരാജാസ് കോളേജിൽ പ്രൊഫസറായി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആവണം മോനും. ആ ഉപദേശം എനിക്ക് മറക്കാൻ വയ്യ. പ്രൊഫസറുമായുള്ള എൻ്റെ അമ്മാവൻ്റെ തന്ത്രത സഹവാസവും അവർ തമ്മിലുള്ള സ്നേഹവും വേറെ ഒരു അധ്യായത്തിൽ തന്നെ വികസിപ്പിക്കാവുന്ന ആശയങ്ങളാണ്. മറ്റൊരു കാര്യം കൂടി അദ്ദേഹം എന്നെ സംബന്ധിച്ചിടത്തോളം ഓർമ്മിപ്പിക്കാൻ ശ്രമിച്ചു. എൻ്റെ അനുഭവവും അതായിരുന്നു. അമ്മാവൻ എറണാകുളത്തെ പ്രമുഖനായ ഒരു കോൺട്രാക്ടറായിരുന്നു. ഒരു തൊഴിലാളിയിൽ നിന്നും പ്രതിഭ, മിടുക്ക് ഇവ കാരണം തനിയെ ഉയർന്ന് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം മാതായി നാണുമേനോൻ എന്ന മഹാമനസ്കൻ്റെ അനുഗ്രഹത്തോടുകൂടി വലുതായി വന്ന ഒരു കോൺട്രാക്ടറായിരുന്നു. അദ്ദേഹത്തിന് സർക്കാരുമായി നിരന്തരമായ കത്തിടപാടുകൾ നടത്തണമെന്നുണ്ടായിരുന്നു. ഞാൻ ഒരു വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ അത്തരം കത്തിടപാടുകൾ നടത്തുന്നതിന് പ്രേരകമായത് എൻ്റെ അമ്മാവനാണ്. അന്ന് ഞാൻ എഴുതുന്ന കത്തുകൾ മുഴുവനും തന്നെ എൻ്റെ പിന്നീടുള്ള ജീവിതത്തിൽ വഴികാട്ടികളായി മാറിയിട്ടുണ്ട്. അവസാന സമയത്ത് മാത്രം ചീഫ് എഞ്ചിനീയർക്കോ സെക്രട്ടറിക്കോ എഴുതേണ്ട സമയത്ത് മാത്രം ആ കത്തുകൾ ഇംഗ്ലീഷിൽ എഴുതാൻ നിർബന്ധിതമായിരുന്ന സാഹചര്യമായിരുന്നു അന്ന് ആ സാഹസത്തിനും ഒരു വിദ്യാർത്ഥിയായിരുന്ന ഞാൻ മടിച്ചില്ല. ഈ കത്തുകൾ എൻ്റെ അമ്മാവൻ കാണിച്ചിരുന്നത് പ്രൊഫസർ PS വേലായുധനെയാണ്. അദ്ദേഹം അവയെല്ലാം പരിശോധിച്ചു, ശരിവെച്ചു എന്ന് മാത്രമല്ല പറഞ്ഞു, രാമൻ മരുമകനെ നന്നായി പഠിപ്പിക്കണം എന്ന്. പ്രൊഫസർ PS വേലായുധൻ്റെ അനുഗ്രഹവും എൻ്റെ അമ്മാവൻ്റെ പ്രോത്സാഹനവും അന്നെനിക്ക് കിട്ടി. ഈ കത്തെഴുതിയ കുട്ടി അതിമിടുക്കനാണ് എന്ന് പറഞ്ഞ കാര്യവും ഒരു ആത്മപ്രശംസ എന്ന വണ്ണം ഞാൻ ഈ സന്ദർഭത്തിൽ ഓർത്തുകൊള്ളട്ടെ. ഇത് അന്ന് തുടങ്ങിയതാണ് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം കൊണ്ടുള്ള എൻ്റെ വലിയ ജീവിതത്തിലെ ചെറിയ നേട്ടങ്ങൾ. വിദ്യാർത്ഥിയായിരിക്കുമ്പോഴുള്ള ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. അന്ന് യുദ്ധം മൂലമുണ്ടായിരുന്ന കടുത്ത ക്ഷാമത്തിൽ പല കാര്യങ്ങൾക്കും റേഷൻ ഏർപ്പെടുത്തിയിരുന്നു. ഒരു ഷർട്ട് ഇടണമെങ്കിൽ, ഒരു നല്ല മുണ്ട് വേണമെങ്കിൽ, ഒരു പേന വേണമെങ്കിൽ പോലും റേഷനിങ് ഓഫീസറുടെ അനുവാദവും ചിട്ടും ഉണ്ടായേ പറ്റൂ. ഈ സന്ദർഭത്തിൽ ഈ വകുപ്പിനെ മുഴുവനും സമർത്ഥമായി കൈകാര്യം ചെയ്യാൻ ഒരേ ഒരാളുള്ളൂ എന്ന് ഗവൺമെൻറ്റിന് തോന്നിയതുകൊണ്ടാണ് പ്രൊഫസർ PS വേലായുധനെ അതിലേക്ക് നിയോഗിച്ചത്.
അല്ലെങ്കിൽ ഒട്ടേറെ പണം സമ്പാദിക്കാവുന്ന ഒരു ലാവണമായിരുന്നു അത് എന്ന് തമ്പുരാന് തോന്നിയതും കൊണ്ടുമാണ് അങ്ങനെ ചെയ്തത്. ആ സന്ദർഭത്തിലുള്ള ഒരു സമ്പർക്കം കൂടി ഞാനൊന്ന് പതുക്കെ സൂചിപ്പിച്ചു കൊള്ളട്ടെ. മഹാരാജാസിൽ പഠിക്കുന്ന എനിക്ക് ഒരു നല്ല പേന വേണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു. എല്ലാം എഴുതി പഠിക്കണം എന്ന ഗുരുക്കന്മാരുടെ ഉപദേശമാണ് പേനയോട് എനിക്ക് പ്രേമം വളർത്തിയത്. ഞാൻ ഉപയോഗിച്ചിരുന്ന പേന വീണുടഞ്ഞ് ലീക്ക് ചെയ്യുന്ന സന്ദർഭമായി. അപ്പോഴാണ് കുറേ ജർമ്മൻ പേനകൾ ഇവിടെ എത്തിയിട്ടുണ്ടെന്നും അവ വിതരണം ചെയ്യുന്നത് സർക്കാർ വഴിയാണെന്നുള്ള അറിവ് കിട്ടിയത്. അതിൻ്റെ വിതരണത്തിൻ്റെ ചുമതല പ്രൊഫസർ PS വേലായുധനായിരുന്നു. ഞാൻ ഒരു അപേക്ഷയുമായി അദ്ദേഹത്തിൻ്റെ മുമ്പിലെത്തി. അരവിന്ദ് മിൽസിൻ്റെ ഒരു മുണ്ടും വേറൊരു മിൽസിൻ്റെ ഒരു ഷർട്ടും പിന്നെ ഒരു എവർ ഷാർപ്പ് പേനയും. അദ്ദേഹം എൻ്റെ അപേക്ഷ സാഗൂതം വളരെ ശ്രദ്ധിച്ച് നോക്കി, വായിച്ചിട്ട് എൻ്റെ മുഖത്തേക്ക് നോക്കി. എന്തിനാണ് ഈ സന്ദർഭത്തിൽ നിനക്ക് ഈ പേന? ഞാൻ എൻ്റെ ആഗ്രഹങ്ങളും ആശയങ്ങളും അഭിലാഷങ്ങളും ഒക്കെ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വിശദീകരിക്കാൻ ശ്രമിച്ചു. നല്ലത്, എഴുതണം, പഠിക്കണം, നല്ല മിടുക്കനാവണം കേട്ടോ എന്ന ഘനഗംഭീര സ്വരത്തിൽ ഒരു ആജ്ഞാപനവും അദ്ദേഹം നൽകി. എൻ്റെ ജീവിതത്തിലെ വഴിത്തിരവായ ഒരു സന്ദർഭമാണ് അതെന്ന് കൃതജ്ഞതാപുരസ്സരം ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കട്ടെ. പിന്നീടുള്ള സംഭവങ്ങളൊക്കെ വളരെ പ്രസിദ്ധങ്ങളാണ്. മിക്കവാറും സന്ദർഭങ്ങൾ ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുള്ളത് സദനം നിർമ്മാണവും സദനം ദിന ആഘോഷങ്ങളും ഒക്കെ ആയിട്ടാണ്. അക്കാലത്ത് അക്കാര്യത്തിൽ ഇവിടെ 3-4 പേർ ആണ് മുന്നിട്ട് നിന്നത്. സഹോദരൻ അയ്യപ്പനും പാർവതി അയ്യപ്പനും കെ കൃഷ്ണനും ഭവാനി കൃഷ്ണനും അങ്ങനെ ഉള്ള പ്രമുഖന്മാരിൽ CK കൊച്ചിറ്റ്യാദി, സാനുമാഷ് ഒക്കെ ഉണ്ടായിരുന്നു. ഇവരിൽ ഒക്കെ തന്നെയും ഈ വലിയ മന്ദിരങ്ങൾ വേണം, വളരെ വലുതായി സ്വപ്നം കാണണം എന്ന ചിന്ത എൻ്റെ അമ്മാവനും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹവും പ്രൊഫസർ PS വേലായുധനും ഈ കാര്യത്തിൽ അടുത്ത് പെരുമാറാൻ ഇടയായത്. അമ്മാവൻ അന്ന് നല്ല വരുമാനമുള്ള ഒരു കോൺട്രാക്ടറായിരുന്നു. ആ വരുമാനത്തിൻ്റെ ഒരു ഭാഗം ഈ സദനത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. അത് പ്രൊഫസർ PS വേലായുധൻ വഴി ആയിരുന്നു, ആ വഴിയിൽ ഓടി മാത്രമായിരുന്നു എന്നോർക്കാനും ഞാൻ ഈ സന്ദർഭത്തെ ഉപയോഗിക്കട്ടെ. സ്നേഹിതന്മാരെ, ഒട്ടേറെ ചരിത്ര ശാസ്ത്രജ്ഞന്മാർ ഇവിടെ നിലനിൽപ്പുണ്ട്. അവർ പ്രസംഗിക്കാനിരിക്കുമ്പോൾ ഞാൻ എൻ്റെ സംസാരം നീട്ടിക്കൊണ്ടുപോകുന്നത് ശരിയല്ല. ശങ്കരൻകുട്ടി നായർ ഈ കാലഘട്ടത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഒരു വലിയ അധ്യായമാണ്. ഏത് വിഷയത്തെ പറ്റിയാലും ഏത് പാതിരാത്രിയായാലും അദ്ദേഹത്തോടൊന്ന് ചോദിച്ചാൽ വിവരം നിങ്ങൾക്കുടനെ തന്നെ കിട്ടും. വിവരം മാത്രമല്ല, വിശദീകരണവും. അദ്ദേഹമായിട്ടുള്ള സൗഹൃദം എൻ്റെ ജീവിതത്തിലെ അമൂല്യ നിധിയായി ഞാൻ കണക്കാക്കുന്നു. ഇന്ന് കാലത്താണ് എൻ്റെ ഒരു പുസ്തകത്തെപ്പറ്റി അഭിനന്ദനം അറിയിച്ചത് ഞാൻ വായിച്ചു കേട്ടിട്ടും എനിക്ക് മതിയായില്ല എന്ന് പറയുന്നത് ക്ഷമിക്കുക. അത്രയും വിപുലമായ ലോകത്തോട് മുഴുവനും തന്നെ സമ്പർക്കമുള്ള ഒരു ചരിത്ര നായകനെ, ചരിത്ര അധിപതിയെ ഈ സമ്മേളനത്തിൽ സംബന്ധിക്കാൻ കിട്ടിയത് പ്രൊഫസർ വേലായുധനോടുള്ള അദ്ദേഹത്തിൻ്റെ സ്നേഹവും അദ്ദേഹത്തിൻ്റെ ഇഷ്ടവും അതിൻ്റെയും ഒക്കെ അനുഗ്രഹ ബലമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ബാക്കിയുള്ള കാര്യങ്ങൾ പലതും
ഉണ്ട്. ചിലവ പ്രൊഫസർ PS വേലായുധൻ്റെ ആത്മകഥയിൽ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. അതിൽ അതിപ്രധാനമായ ഒന്നായി എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ ധീരതയാണ്. ഏത് സന്ദർഭത്തെയും ഏത് സമാധാനപരമായി തന്നെ ധീരമായി നേരിടാനുള്ളതാണ്. ജ്യോതി വെങ്കടാചലം എന്ന കേരള ഗവർണർ തെറ്റായ ഒരു ഉത്തരവിട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രൊഫസർ വേലായുധൻ്റെ പലരും പറഞ്ഞു, ഗവർണർക്കെതിരെയല്ലേ, അദ്ദേഹം അവർ ചാൻസലറല്ലേ, അതിനെതിരായി നമ്മളൊന്നും പറയാൻ പറ്റില്ലല്ലോ, നിവേദനങ്ങൾ കൊടുക്കാൻ മാത്രമല്ലേ പറ്റുകയുള്ളൂ. അദ്ദേഹം നിയമപരമായി അതിൻ്റെ സാധുതയെ അന്വേഷിച്ച് അന്ന് അഭിഭാഷകനായിരുന്ന എന്നെ സമീപിച്ചു. ഞാൻ ഗവർണറുടെ ഉത്തരവ് തെറ്റാണെന്നും റിട്ട് കൊടുക്കണമോ കൊടുക്കേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് വ്യക്തിയാണെന്നും സൂചിപ്പിച്ചു. തനിക്ക് തെറ്റായ ഉത്തരവാണെങ്കിൽ അതിനെ ഗവർണറുടേതായാൽ പോലും ചോദ്യം ചെയ്യുന്നതിന് ഒരു മടിയുമില്ല എന്ന് പറഞ്ഞ ആ മുഖം ഞാനെന്നും ഓർക്കുന്നു. അന്ന് ചാൻസലറായ ഗവർണറെ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഉത്തരവിനെ ചോദ്യം ചെയ്യുന്ന സമ്പ്രദായമോ സാഹചര്യമോ ഉണ്ടായിരുന്നില്ല എന്നോർക്കണം. ബാക്കിയുള്ള കഥ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. എങ്ങനെയാണ് ഓരോ ഘട്ടത്തിലും റിട്ട് ഹർജിയും റിട്ട് അപ്പീലും ഒക്കെയായി പോയതെന്നും അവസാനം അദ്ദേഹം സിൻഡിക്കേറ്റ് മെമ്പർ എന്ന പദവി ആരംഭിച്ചത് തുടർന്ന് അവസാനം വരെ എത്തിച്ചതും പിന്നീടും ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ സൂചിപ്പിക്കുന്നത് ഒരു വ്യക്തിക്ക് പൗരന് ഒരു അവകാശമുണ്ടെങ്കിൽ അത് വേണ്ട വിധത്തിൽ ഉപയോഗിക്കണം. അതിന് മടിച്ചു നിൽക്കരുത്, അതിന് ധൈര്യമുണ്ടാവണം. അങ്ങനെ ഗവർണറുടെ ഉത്തരവായാലും തെറ്റ് ചോദ്യം ചെയ്യപ്പെടണം എന്ന് പറഞ്ഞ് ആണ് ഞങ്ങൾ ഹർജി കൊടുത്തത്. ഞാൻ മാത്രമല്ല, എൻ്റെ സഹധർമ്മിണി KK ഉഷയും ഉൾപ്പെട്ടിരുന്നു എന്ന കാര്യവും പ്രൊഫസർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. പിന്നീടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വിവരിക്കുന്നില്ല. അതുവരെ അതിനേക്കാൾ പ്രാധാന്യമുള്ള പല കാര്യങ്ങളും നിങ്ങൾക്കിപ്പോൾ കേൾക്കാൻ പറ്റും. ഒരു കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ സംസാരം നിർത്താം. അത് ഞാൻ സ്വതന്ത്രനായ ഒരു അഭിഭാഷകനായിരുന്നപ്പോൾ SNDP യോഗത്തിൻ്റെ മഹത്തായ SNDP യോഗത്തിൻ്റെ അതിഗംഭീരനായ പ്രസിഡൻ്റായിരുന്നു പ്രൊഫസർ PS വേലായുധൻ. ഒട്ടേറെ പ്രശ്നങ്ങൾ, നിയമപ്രശ്നങ്ങൾ ഭൗതികമായി തന്നെ പരിഹരിക്കാൻ ആവശ്യമായ ഒരു സന്ദർഭം പ്രൊഫസർ PS വേലായുധനും N ശ്രീനിവാസനും പ്രതാപ് സിംഗും ഒക്കെ SNDP യോഗത്തെ നയിച്ചിരുന്ന ആ ആദർശപരമായ കാലഘട്ടം. ആ കാലഘട്ടത്തിൽ SNDP യോഗത്തിന് വേണ്ടിയും SN ട്രസ്റ്റിന് വേണ്ടിയും നിയമസേവനം അനുഷ്ഠിക്കാൻ എനിക്ക് കഴിഞ്ഞു. അന്ന് ഞാൻ മനസ്സിലാക്കിയ പ്രൊഫസർ PS വേലായുധൻ ദിഷണാശാലി മാത്രമല്ല, അതിസൂക്ഷ്മമായ നിരീക്ഷണ പാഠവുമുള്ള ഒരു അഭിഭാഷകൻ പോലും ആയിരുന്നു എന്നെനിക്ക് തോന്നി. ബാക്കിയുള്ള കഥകൾ ഞാൻ വിവരിക്കുന്നില്ല. ഒരു വലിയ പ്രതിഭയ്ക്ക് മാത്രമേ, ഒരു അസാധാരണ പ്രതിഭയ്ക്ക് മാത്രമേ ഇത്തരത്തിലുള്ള വലിയ കാര്യങ്ങൾ അനുസ്യൂതം തുടരാൻ പറ്റുള്ളൂ എന്ന് മാത്രമാണ് എൻ്റെ വിനീത അഭിപ്രായമായി ഈ ബഹുമാനപ്പെട്ട സദസ്സിൻ്റെ മുമ്പിൽ സമർപ്പിക്കേണ്ടത്. അധിക സന്തോഷത്തോടുകൂടി എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഞാൻ നിർവഹിക്കട്ടെ. സസന്തോഷം ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി ഞാൻ പ്രഖ്യാപിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. പ്രൊഫസർ PS വേലായുധൻ സാറിൻ്റെ പുത്രൻ ശ്രീ PV സന്തോഷ് കുമാർ സാറിന് പുസ്തകം കൈമാറുന്നതാണ് ഇപ്പോൾ.
സുകുമാരൻ സാറിനോടൊരു അഭ്യർത്ഥന കൂടിയുണ്ട്. നമ്മളെല്ലാ വർഷവും 2014 മുതൽ SNV സദനത്തിൽ കുട്ടിക്കൂട്ടം ഗവൺമെൻറ് സ്കൂളിലെ കുട്ടികളെ നമ്മളിവിടെ വേനലവധി കാലത്ത് കളിയും യോഗയും കഥ പറച്ചിലും കവിതാ പാരായണവും ലൈബ്രറി പരിചയപ്പെടുത്തലെല്ലാം നടത്തുന്നുണ്ട്. ഇത്തവണത്തെ കുട്ടികളുടെ അനുഭവങ്ങളുടെ ഒരു സമാഹാരമാണിത്. സാർ ഒന്ന് ഇതും കൂടി റിലീസ് ചെയ്ത് തരണം. കുട്ടികളുടെ കുട്ടികളുടെ ആ സമാഹാരം ട്രസ്റ്റ് പ്രസിഡൻറ്റ് CH ഷാരി മാഡം സ്വീകരിക്കുന്നതാണ്. ആശംസകൾ അർപ്പിക്കാനായിട്ട് തിരുവനന്തപുരത്ത് നിന്ന് ഇവിടം വരെ എത്തിയിട്ടുള്ള ശങ്കരൻകുട്ടി സാറിനെ ആദരവോടെ ക്ഷണിക്കുന്നു. ആരാധനായ ഇൻസ ചീഫ് പാട്രണും ചീഫ് എഡിറ്ററുമായ ജസ്റ്റിസ് ഡോക്ടർ സുകുമാരൻ, ഇൻസയുടെ പാട്രൺ ജസ്റ്റിസ് PS ഗോപിനാഥൻ, മറ്റൊരു പാട്രണായ ഡോക്ടർ PK ജയലക്ഷ്മി, വേലായുധൻ മാഷിൻ്റെ മകൻ PV സന്തോഷ് കുമാർ, ഈ പുസ്തകം എഡിറ്റ് ചെയ്ത് ഇത്രയും ഭംഗിയാക്കിയ വിനോദ്, ദീപ, SNV സദനം പ്രസിഡന്റ് ഷാരി, സെക്രട്ടറി ഗീത, വേറെയും ഒരുപാട് പേരുണ്ട്. ഇൻസയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ, സദനത്തിൻ്റെ സുഹൃത്തുക്കൾ, വേലായുധൻ മാഷിൻ്റെ വിദ്യാർത്ഥികളും അനുയായികളും എന്ന് വേണ്ട ഈ സംരംഭവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സുഹൃത്തുക്കൾ, ഞാൻ PS വേലായുധൻ മാഷിൻ്റെ വിദ്യാർത്ഥിയോ സഹപ്രവർത്തകനോ ആയിരുന്നില്ല. ഞാൻ ട്രിവാൻഡ്രം ആർട്സ് കോളേജിലെ പ്രീക്ക് പഠിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് ലോകചരിത്രവും ഇന്ത്യാ ചരിത്രവും പഠിക്കണം. ഇന്ത്യാ ചരിത്രത്തിന് ശ്രീധര മേനോൻ്റെ ഹിസ്റ്ററി ഓഫ് ഇന്ത്യയും, ലോകചരിത്രം പഠിക്കുന്നതിന് PS വേലായുധൻ മാഷ് എഴുതിയ ഹ്യൂമൻ പ്രോഗ്രസ് ആൻഡ് സിവിലൈസേഷൻ എന്ന പുസ്തകവുമാണ് തന്നത്. അന്ന് വേർഡ് ഹിസ്റ്ററി പഠിപ്പിച്ചിരുന്നത് ട്രിവാൻഡ്രത്ത് ഇപ്പോൾ കൗൺസിലറായ DGP ശ്രീരേഖയുടെ അച്ഛൻ, രണ്ടാം ലോകമഹായുദ്ധത്തിൽ പങ്കെടുത്ത പ്രൊഫസർ വേലായുധൻ നായർ. അങ്ങനെ പ്രീ കഴിഞ്ഞിട്ടാണ് പിന്നീട് ഈ വേലായുധൻ മാഷെ പറ്റി ഞാൻ കൂടുതൽ അറിഞ്ഞു വന്നത്. ഡിഗ്രിക്കും ഒക്കെ യൂണിവേഴ്സിറ്റി കോളേജിൽ തന്നെ ആയിരുന്നെങ്കിലും പ്രീക്കുള്ള ടെക്സ്റ്റാണെങ്കിലും അത് ഡിഗ്രിക്കും വളരെയധികം പ്രയോജനപ്പെട്ടു. ശ്രീധര മേനോൻ്റെ ഇന്ത്യൻ ഹിസ്റ്ററിയും PS വേലായുധൻ്റെ വേർഡ് ഹിസ്റ്ററിയും ഞങ്ങളുടെ ആ തലമുറയിലുള്ള ഒരു 10-30 വർഷക്കാലത്തുള്ളവർക്കൊക്കെ മനഃപ്പാഠമാണ്. അധ്യാപകർ നോട്ട് തരുന്നത് ഈ പുസ്തകങ്ങൾ കോപ്പി ചെയ്തിട്ടാണ്. ശ്രീധര മേനോൻ്റെയും PS വേലായുധൻ്റെയും പുസ്തകത്തിൽ നിന്ന് ചില മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് അവർ നോട്ട് ബുക്കിൽ കൊണ്ടുവന്ന്, വിനോദ ചിരിക്കണ കണ്ടില്ലേ, ഇത് കോപ്പി ചെയ്ത് കൊണ്ടുവന്നിട്ടാണ് ഞങ്ങൾക്ക് നോട്ട് തരുന്നത്. അപ്പോൾ ഈ പുസ്തകം വാങ്ങിയാൽ ഉടനെ നമുക്ക് മനസ്സിലാകും ഇത് PS വേലായുധനാണ്, അല്ലെങ്കിൽ ഇത് ശ്രീധര മേനോനാണ്. അത് പഠിച്ച് അങ്ങനെയാണ് വേലായുധൻ മാഷുമായിട്ടുള്ള ഫസ്റ്റ് കോണ്ടാക്റ്റ്. ഞാൻ ഹിൽ പാലസിൽ വന്നപ്പോഴാണ് ആ ഇടയ്ക്ക് കാഷ്വലായിട്ട് ഈ വേർഡ് ഹിസ്റ്ററി മറിച്ചപ്പോഴാണ് അതിൽ വേലായുധൻ മാഷിൻ്റെ സെൻറ്റിനറി ഇയറാണ് 2013 എന്ന് മനസ്സിലായത്. ഞാനന്ന് മഹാരാജാസ് കോളേജിലെ പ്രിൻസിപ്പളിനും വേലായുധൻ മാഷ് പ്രിൻസിപ്പളായിരുന്ന ചെമ്പഴന്തി കോളേജിലും കൊല്ലം SM കോളേജിലും സാക്ഷാൽ വെള്ളാപ്പള്ളി നടേശനും
ചിറ്റൂർ ഗവൺമെൻറ് കോളേജ് പ്രിൻസിപ്പളിനും തലശ്ശേരി ബ്രണ്ണൻ കോളേജ് പ്രിൻസിപ്പളിനും ഓരോ എഴുത്തയച്ചു. PS വേലായുധൻ്റെ ബർത്ത് സെൻറ്റിനറിയാണ്. അതിന് ആഘോഷം നടത്തേണ്ടതാണ്. ഇത്രയും പുസ്തകങ്ങളൊക്കെ എഴുതി എന്തെല്ലാം പ്രവർത്തനങ്ങൾ SNDP യോഗത്തെ സമുദ്ധരിക്കുന്നതിന് അദ്ദേഹം ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് സാഘോഷം നടത്തേണ്ടതാണെന്ന് എഴുതി. പക്ഷേ അതിന് മറുപടി രണ്ടിടത്തുനിന്ന് മാത്രമേ വന്നുള്ളൂ. ഒന്ന് ട്രിവാൻഡ്രത്തുള്ള ഹെറിറ്റേജ് ഫോറം, 2 യൂണിവേഴ്സിറ്റി കോളേജ്. അത് അറിഞ്ഞിട്ട് അപ്പോൾ യൂണിവേഴ്സിറ്റി കോളേജിൽ ഞങ്ങളുടെ ഹിസ്റ്ററി വിദ്യാർത്ഥികളുടെ അലുമിനി ഉണ്ട്. അപ്പോൾ അവിടെ ഞാൻ തന്നെ സംസാരിക്കുന്നത് ശരിയല്ലാത്തത് കൊണ്ട് വേലായുധ മാഷുമായിട്ട് ഏറെ അടുപ്പമുണ്ടെന്ന് ഞാൻ കരുതിയിരുന്ന ജസ്റ്റിസ് സുകുമാരൻ സാറിനെ ക്ഷണിക്കുകയും യൂണിവേഴ്സിറ്റി കോളേജ് 155-ാം റൂമിൽ ഹിസ്റ്റോറിയുടെ ആഭിമുഖ്യത്തിൽ PS വേലായുധൻ ബർത്ത് സെൻറ്റിനറി ലെക്ചർ ഡോക്ടർ K. സുകുമാരൻ നിർവഹിക്കുകയുണ്ടായി. അപ്പോൾ അത് കഴിഞ്ഞ് അദ്ദേഹം അതുകൊണ്ട് നിർത്തിയില്ല. അത് ഇവിടെ വന്ന മഹാരാജാസിലെ അശോകനോട് പറഞ്ഞ് മഹാരാജാസിലെ എന്നെ കൊണ്ടൊരു പ്രഭാഷണം നടത്തിച്ചു. പിന്നെ ഹിസ്റ്ററി അസോസിയേഷൻ ഒന്ന് നടത്തി. വേറെ ആരും ആ വർഷത്തിലൊന്നും നടത്തിയില്ല. അത് കഴിഞ്ഞ് ഇപ്പോൾ വീണ്ടും 113 വർഷം കഴിഞ്ഞിട്ടാണ് വേലായുധൻ മാഷിൻ്റെ അനുസ്മരണത്തിന് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇതിനിടയിൽ വേലായുധൻ മാഷിൻ്റെ പേരിൽ ചില പുരസ്കാരങ്ങൾ നൽകിയുണ്ടായി. നേരത്തെ 3 പുരസ്കാരം നൽകിയതിനെപ്പറ്റി വേലായുധൻ മാഷ് തന്നെ ആത്മകഥയിൽ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് മഹാരാജാസിലെ രാധാദേവി എനിക്കൊരിക്കൽ തന്നു. എനിക്ക് തന്നത് ഗോപിനാഥ് സാറും സുകുമാരൻ സാറും കൂടി ചേർന്ന് നാരായണഗിരിയിൽ വെച്ചാണ്. അങ്ങനെ അഡ്വക്കേറ്റ് രാജൻ, ഇങ്ങനെ പലർക്കായിട്ട് പല വർഷങ്ങളിൽ കൊടുത്തു. ഈ വർഷവും ഇന്ന് ഒരു പുസ്തകത്തിന് വേലായുധൻ മാഷിൻ്റെ സ്മാരക അവാർഡ് കൊടുക്കാൻ തീരുമാനിച്ചിരുന്നു. പക്ഷേ ചില സാങ്കേതിക കാരണങ്ങളാൽ അത് പ്രസ്സിൽ കൊടുത്തില്ല. പുസ്തകം സെലക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് മാറ്റി വച്ചിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം അനിൽ വള്ളത്തോൾ എന്ന മലയാള സാഹിത്യകാരനും മലയാള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറുമായ വള്ളത്തോളിനാണ് ആ അവാർഡ് സുകുമാരൻ സാറ് സമർപ്പിച്ചത്. അദ്ദേഹം വള്ളത്തോളിനെ ഹാസ്യാത്മകമായി അതേസമയത്ത് ഗൗരവകരമായി അവതരിപ്പിച്ച ആ പുസ്തകത്തിനാണ് പുരസ്കാരം നൽകിയത്. ഈ വർഷത്തെ ഇനി പെൻഡിങ്. അപ്പോൾ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ സുകുമാരൻ സാർ എന്നോട് ഇന്നത്തെ കാര്യം പറഞ്ഞത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇന്ന് വേലായുധൻ മാഷിൻ്റെ ദിനത്തിനോടൊപ്പം 3 അച്യുതമേനോന്മാരുടെയും ജനനമോ മരണമോ ഇന്നാണ്. CP അച്യുതമേനോൻ, മുഖ്യമന്ത്രി അച്യുതമേനോൻ, കഥകളിയും വടക്കൻ പാട്ടുകളും എഴുതിയ ചേൽനാട്ട് അച്യുതമേനോൻ, ഇവരുടെ 3 പേരുടെയും ഐതർ മരണം ഓർ ജനനം ഇന്നാണ്. അതിനേക്കാളേറെ പുതുപ്പള്ളി രാഘവൻ്റെ ചരമദിനവും ഇന്നാണ്. സാക്ഷാൽ TK മാധവൻ, ദേശാഭിമാനി, വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഹീറോ ആയ TK മാധവൻ്റെ ചരമദിനവും ഇന്നാണ്. TK മാധവൻ നമ്മെ വിട്ടതിന് ശേഷമാണ് അദ്ദേഹം പോയത്. ഏപ്രിൽ ജൂലൈ 11 നമ്മുടെ ചീഫ് പാട്രൺ ജനിച്ചു 930. അപ്പോൾ ഇങ്ങനെ ഒരു ലോങ് ലിസ്റ്റാണ് എൻ്റെ മുന്നിൽ പെട്ടെന്ന് വന്നത്. അപ്പോൾ TK മാധവൻ 930 ഏപ്രിലിന് പോയതിന് ശേഷം ജൂലൈ 11 സുകുമാരൻ സാറിൻ്റെ ജനനം. അപ്പോൾ അങ്ങനെ ഒരു വലിയ സീരീസ് ഓഫ് ജന്മങ്ങളാണ് എൻ്റെ മുന്നിൽ വന്നത്. കൂട്ടത്തിൽ ഒന്നുകൂടി വന്നു. ഇന്നലെ ചരിത്രകാരനായ MGS നാരായണൻ്റെ MGSും PS വേലായുധനുമായിട്ട് ചെറിയ കോണ്ടാക്റ്റേ ഉള്ളൂ. മഹാരാജാസ് കോളേജിൽ വെച്ച് ഹിസ്റ്ററി ഓൺ ദ മാർച്ച് എന്നൊരു സെമിനാർ നടത്തുകയുണ്ടായി. ആ സെമിനാറിലെ ഒരു പ്രബന്ധകാരൻ MGS ആയിരുന്നു. കൂടാതെ കേരള ഹിസ്റ്ററി അസോസിയേഷൻ്റെ പ്രസിഡൻ്റ് എന്ന നിലയിൽ മുഖ്യമന്ത്രി അച്യുതമേനോൻ്റെ കയ്യിൽ നിന്നൊരു സ്പെഷ്യൽ ഗ്രാൻറ്റ് വാങ്ങിയിട്ടാണ് 2 വാല്യങ്ങളായി കേരള ചരിത്രം ഹിസ്റ്ററി അസോസിയേഷൻ അച്ചടിപ്പിച്ചു. ഈ 2 വാല്യവും കൂടി 2700 പേജുണ്ട്. ജസ്റ്റ് ഇമാജിൻ, 2000-3000 രൂപ വിലയിടാവുന്ന ആ ബുക്ക് വിറ്റ് തീർക്കാൻ പാടുപെട്ടിട്ട്
ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ഏൽപ്പിച്ചു. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ആ 2 വോളിയവും ഒടുക്കം 100 രൂപ വെച്ചാണ് വിറ്റത്. നല്ല ഒന്നാന്തര ആർട്ട് പേപ്പറിലുള്ള ബുക്ക്. അതാണ് അതിൻ്റെ. അതിനെതിരെ ചില ആരോപണങ്ങളൊക്കെ കൊണ്ടുവന്നു ചില നിക്ഷിപ്ത താല്പര്യക്കാർ. ഒരു കാരണം പറഞ്ഞത് ജാതി അടിസ്ഥാനത്തിലുള്ള ചരിത്രമായിപ്പോയി. ജൂതന്മാരുടെ ചരിത്രം, വാര്യർമാരുടെ ചരിത്രം, നായന്മാരുടെ ചരിത്രം അങ്ങനെയാണ്, അല്ലാതെയുള്ള കണക്റ്റഡ് അക്കൗണ്ട് അല്ല എന്ന് പറഞ്ഞുള്ള ഒരു അഡ്വേഴ്സ് റിമാർക്ക് ചില കുൽസിത ശക്തികൾ ചെലുത്തിയത് കൊണ്ടാണ് ആ പുസ്തകം വിറ്റഴിക്കാൻ താമസിച്ചതും. പിന്നെ അത് ഇംഗ്ലീഷിലേക്ക് റീപ്രിൻ്റ് ചെയ്യാൻ പെർമിഷൻ കിട്ടിയെങ്കിലും അത് നടന്നില്ല. അതിൻ്റെ പോൾസൺ മരിച്ചു, കലേശം പോയി, അവിടുത്തെ ഹിസ്റ്ററി അസോസിയേഷൻ തന്നെ നിർവീര്യമാക്കപ്പെട്ടു. അങ്ങനെയാണ് ആ ബുക്കിൻ്റെ ഇത്. അപ്പോൾ വേലായുധൻ മാഷും പോൾസണും കൂടി ചേർന്നാണ് ആദ്യ ആ കർത്തവ്യം നിർവഹിച്ചത്. SS കോഡറെ പോലെയുള്ള PA സെയ്ദ് മുഹമ്മദിനെ പോലെയുള്ളവരൊക്കെ അതിന് സഹായഹസ്തം നീട്ടിയിരുന്നു. കേരളത്തിലെ പ്രബുദ്ധരായ ചരിത്ര ഗവേഷകരും അതിന് സഹായിച്ചു. ഇളംകുളവും ശൂരനാടും പുത്തഴുത്ത് രാമമേനോനും ഒക്കെ അതിൽ ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെയാണെങ്കിലും അതിനെപ്പറ്റി വേണ്ടാത്തൊരു ദുരാരോപണങ്ങൾ വന്നതാണ് ആ 2 വാല്യം ആളുകൾക്ക് ഇഷ്ടമല്ലാതെ വന്നത്. ഇഷ്ടമല്ലാതെ വന്നു എന്ന് ഞാൻ പറയുന്നില്ല, ചിലർക്കതിലെ ആ പുസ്തകത്തെ പറ്റിയുള്ള അപ്രീതി ഉണ്ടായി. അപ്പോൾ ഈ ബുക്ക് വേലായുധൻ മാഷിൻ്റെ ചരിത്രം ആത്മകഥാകഥനം 20 വർഷം മുമ്പ് സാംസ്കാരിക വകുപ്പ് പ്രസിദ്ധീകരിച്ചതാണ്. അതിൻ്റെ റീപ്രിൻ്റാണ് ഇന്നിപ്പോൾ വിനോദ് എഡിറ്റ് ചെയ്ത് സന്തോഷ് ഏറ്റുവാങ്ങിയിരിക്കുന്നത്. അതിൻ്റെ പുതിയ എഡിഷൻ. പക്ഷേ പഴയ ബുക്ക് വായിക്കുന്നത് വളരെ ദുഷ്കരമായിരുന്നു. കാരണം ചെറിയ ലെറ്റേഴ്സ്, ഗവൺമെൻറ്റിൻ്റെ ചെറിയ ലെറ്ററാണ്. അതുകൊണ്ടത് വായിക്കാൻ വലിയ പാട്. ഇപ്പോൾ ഇത് വളരെ ഭംഗിയായിട്ട് നീറ്റായിട്ട് വലിയ അക്ഷരത്തിൽ ആണ് ഈ പുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത്. വില കുറച്ച് കൂടിയെങ്കിലും എൻ്റെ അപേക്ഷ നിങ്ങളെല്ലാവരും അത് വാങ്ങി വായിക്കണം എന്നാണ്. അതിൽ സുകുമാരൻ സാറിൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പരാമർശങ്ങൾ അവിടെയായിട്ട് കാണാം. വേലായുധൻ മാഷിനും ഒരു വലിയ താല്പര്യം സുകുമാരൻ സാറിനുള്ളത് സിനിമയിലുള്ള താല്പര്യമാണ്. എന്തൊക്കെ കാര്യം വേലായുധൻ മാഷ് നീലക്കോയിൽ എന്ന സിനിമയെപ്പറ്റി പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ തന്നെ സുകുമാരൻ സാറിൻ്റെ ബോംബെ ലൈഫിലും പറയുന്നുണ്ട്. പാട്ടിൻ്റെ കാര്യം, സിനിമാ പാട്ടുകൾ എത്ര പാട്ടുകളാണ് 2 പേരും ചേർന്ന് പാടിയിരിക്കുന്നത്. പഴയ ഉള്ളൂരിൻ്റെ കവിത പ്രാവേ പ്രാവേ പോകരുതേ എന്നുള്ള കവിത വേലായുധൻ മാഷ് തൻ്റെ പുസ്തകത്തിൽ ഉദ്ധരിക്കുന്നുണ്ട്. അതേപോലെയുള്ള കവിതാശകലങ്ങൾ സുകുമാരൻ സാറിൻ്റെ ബോംബെ ജീവിതത്തിലും ചിത്രീകരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സിമിലാരിറ്റീസ് ഇഷ്ടം പോലെയുള്ള ഒരു ഗ്രന്ഥമാണ് ഇപ്പോൾ ഇന്നിവിടെ പ്രകാശിപ്പിക്കപ്പെട്ടത്. അത് വായിച്ചാൽ മാത്രമേ അതിൻ്റെ രസം നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുകയുള്ളൂ. MA ഡിഗ്രി പഴയ കാലത്ത് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അദ്ദേഹം സെൻറ്റ് മേരീസ് കോളേജ് ആലുവയിലും സെൻറ്റ് മേരീസ് സ്കൂളിലും UC കോളേജിലും ആണ് ആദ്യ പ്രാഥമിക വിദ്യാഭ്യാസം. എരുമത്തലയാണ് അദ്ദേഹം ജനിച്ചതെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. അദ്ദേഹത്തെ വേണമെങ്കിൽ രാജകീയ ഭാഷയിൽ പറഞ്ഞാൽ ഉത്രാടം തിരുനാൾ PS വേലായുധൻ എന്ന് വിളിക്കാം. കാരണം അദ്ദേഹം മേടമാസത്തിലെ ഉത്രം നാളിലാണ് ജനിച്ചത്. അച്ഛൻ്റെ കുടുംബവും ഒക്കെ പാറപ്പുറത്ത് ശംഖു, അങ്ങനെയാണ് PS ഉണ്ടായത്. പാറപ്പുറത്ത് ശംഖുവിൻ്റെയും കിഴക്കമ്പലം കരോട്ട് പാറുവിൻ്റെയും മകൻ, മൂത്തപുത്രൻ. അപ്പോൾ പ്രാഥമിക വിദ്യാഭ്യാസം എരുമത്തലയും ആലുവയും കഴിഞ്ഞ് UC കോളേജിലും കഴിച്ചിട്ടാണ് അന്ന് MA ഹിസ്റ്ററി ഉണ്ടായിരുന്ന ട്രിവാൻഡ്രം ആർട്സ് കോളേജിൽ MAക്ക് ചേർന്നു. മദ്രാസ് യൂണിവേഴ്സിറ്റിയാണ് അന്ന് അഫിലിയേഷൻ കൊടുത്തിരുന്നത്. അതുകൊണ്ട് മദ്രാസ് യൂണിവേഴ്സിറ്റിയുടെ MA പരീക്ഷ പാസ്സായി ഫസ്റ്റ് റാങ്ക്. രാജമുണ്ട്രി, ആന്ധ്രയിലെ രാജമുണ്ട്രിയും മംഗലാപുരവും കേരളവും കോഴിക്കോടും ഒക്കെ അടങ്ങുന്ന പ്രദേശം ഉൾപ്പെടുന്ന വലിയൊരു യൂണിവേഴ്സിറ്റി ഏരിയയാണ് മദ്രാസ് യൂണിവേഴ്സിറ്റി. ആ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് പ്രൊഫസർ PS വേലായുധൻ ഫസ്റ്റ് റാങ്ക് ഇൻ MA ഹിസ്റ്ററി നേടിയത്. താമസിയാതെ തന്നെ അദ്ദേഹത്തിന് മഹാരാജാസിലൊരു വേക്കൻസി വന്നുകൊണ്ട് ജോലി കിട്ടി, ലെക്ചറായി. അന്നത്തെ കാലത്ത് ഹിസ്റ്ററി, എക്കണോമിക്സ്, പൊളിറ്റിക്സ് ഇത് 3 കൂടി ഒറ്റ ഡിപ്പാർട്ട്മെൻ്റായിരുന്നു.
അപ്പോൾ വേലായുധ മാഷ് അപ്പോയിൻ്റ് ചെയ്ത് ലെക്ചറർ ഇൻ ഹിസ്റ്ററി ആൻഡ് ഇക്കണോമിക്സ്. അവിടെ ദീർഘകാലം അദ്ദേഹത്തിൻ്റെ ഹൃദയം മുഴുവൻ മഹാരാജസിലാണ്. യൂണിവേഴ്സിറ്റി കോളേജിലും ആർട്സ് കോളേജിലും ചെമ്പഴന്തിയിലും കൊല്ലം എസ് കോളേജിലും ഒക്കെ വർക്ക് ചെയ്തെങ്കിലും മഹാരാജാസാണ് അദ്ദേഹത്തിൻ്റെ തട്ടകം എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹം അവിടെ പ്രവർത്തിച്ചുകൊണ്ടാണ് മറ്റ് പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയത്. ഇടയ്ക്ക് പ്രൊമോഷൻ കിട്ടി സെക്കൻഡ് ഗ്രേഡ് പ്രൊഫസറായപ്പോൾ ചിറ്റൂർ ഗവൺമെൻറ് കോളേജിൽ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹിസ്റ്ററി ആയിട്ട് മാറി. അവിടെ തന്നെ പ്രിൻസിപ്പളായി. പിന്നെയും വേറൊരാൾക്ക് കൊടുക്കേണ്ടി വന്നപ്പോൾ വേലായുധ മാഷിനെ തലശ്ശേരി ബ്രണ്ണൻ കോളേജിലേക്ക് മാറ്റി. അവിടെ ഒരു വർഷം. അത് കഴിഞ്ഞ് വീണ്ടും മഹാരാജാസിൽ വന്ന് അവിടെ നിന്നാണ് 68 പെൻഷനാകുന്നത്. ഇതിനിടയിൽ 5-6 മാസം ഫാമിംഗ് കോർപ്പറേഷൻ്റെ ചെയർമാനായും പ്രവർത്തിച്ചിരുന്നു. ഓഫ് കോഴ്സ് സിവിൽ സപ്ലൈസ് വകുപ്പിൻ്റെയും ചാർജ് ദീർഘകാലം അദ്ദേഹം കൊണ്ടു നടന്നിരുന്നു. പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള പ്രവർത്തനങ്ങൾ മൂലം അക്കാഡമിക് കാര്യങ്ങളിൽ വലിയധികം കോണ്ടാക്റ്റ് അദ്ദേഹത്തിനുണ്ടായി. അദ്ദേഹത്തിൻ്റെ ഗുരുവായിരുന്നു ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്ന KP മാധവൻ നായർ. അപ്പോൾ KP മാധവൻ നായർ സാറ് ഡിഗ്രി കഴിഞ്ഞിട്ട് ഇംഗ്ലീഷ് ഹിസ്റ്ററിയും PS വേലായുധനെ പഠിപ്പിച്ചിരുന്നു എന്ന് അദ്ദേഹം തന്നെ പറയുന്നു. മറ്റൊന്ന്, ചങ്ങമ്പുഴ കൃഷ്ണപിള്ള ക്ലാസ്മേറ്റ് മാത്രമല്ല, ചങ്ങമ്പുഴ കൃഷ്ണപിള്ള പിൽക്കാലത്ത് വേലായുധ മാഷിനെ പഠിപ്പിക്കുകയും ചെയ്തു മഹാരാജാസിൽ, ചങ്ങമ്പുഴയും കാർഡിനൽ പാറക്കേട്ടിൽ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സുഹൃത്ത് വലയം അദ്ദേഹത്തിന് ഉണ്ടായത് ഈ മഹാരാജാസ് കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനം മൂലമാണ് എന്ന് പറയേണ്ടി വരും. കൊല്ലം എസ് കോളേജിൽ ഇരുന്നപ്പോഴാണ് അദ്ദേഹത്തിന് SNDP മാനേജ്മെൻറ്റുമായിട്ടൊക്കെ ഒരു ബന്ധമുണ്ടായത്. ഒരുപക്ഷെ അതിൻ്റെ പരിണത ഫലമാവാം 1973 അദ്ദേഹം SNDP യോഗം ജനറൽ സെക്രട്ടറിയായി. 5 കൊല്ലം 78 വരെ അതിൻ്റെ സെക്രട്ടറി ആയിരുന്നു. പിന്നെ അതിൻ്റെ പ്രസിഡൻ്റായി. വേലായുധ മാഷ് ഒരു സ്ലീപ്പിംഗ് SNDP യോഗം പ്രസിഡൻ്റല്ല. ആർ ശങ്കറിന് ശേഷം ഒരുപക്ഷെ വന്ന 2-3 പേര് കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോയി എന്നല്ലാതെ ആക്റ്റീവായിട്ടൊരു പ്രവർത്തനം നടത്തിയിരുന്നില്ല. PS വേലായുധൻ പ്രസിഡൻ്റായതിന് ശേഷമാണ് ഒരു പത്രം വേണം, SNDP യോഗത്തിനൊരു പത്രം വേണം, ഒരു ജിഹ്വ വേണം. 2010 ഡൽഹി ഇൻസൈഡ് പ്രസിഡൻ്റ് എറണാകുളത്ത് വന്ന് നമുക്കൊരു പത്രം വേണമെന്ന് എങ്ങനെ ചിന്തിച്ചോ, എങ്ങനെ നവനീതം തുടങ്ങിയോ, അതേപോലെയാണ് PS വേലായുധൻ യോഗനാഥം ആരംഭിച്ചത്. ഇന്നും SNDP യോഗത്തിൻ്റെ മുഖ്യ ജിഹ്വ യോഗനാഥമാണ്. നമ്മളിപ്പോൾ എല്ലാ പാർട്ടികളുടെയും ചരിത്രം നോക്കുമ്പോൾ യൂത്ത് വിങ്, മഹിളാ വിങ് അങ്ങനെ കാണാമല്ലോ. SNDP യോഗത്തിനൊരു യൂത്ത് വിങ് ഇല്ല. ആ യൂത്ത് വിങ് ആരംഭിച്ചതും PS വേലായുധൻ. ഒരു വനിതാ വിഭാഗം ആരംഭിച്ചതും PS വേലായുധ മാഷ്. അപ്പോൾ യോഗനാഥം ഇതൊക്കെ തുടങ്ങി ജിഹ്വ വനിതകൾക്കുള്ള ഒരു സംഘടന ഉണ്ടാക്കി. ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ തന്നെ ചരിത്രം, SNDP യോഗത്തിൻ്റെ ചരിത്രമില്ല. 1903 അത് സ്ഥാപിക്കപ്പെട്ടു എന്നുള്ളതിനെ പറ്റിപ്പോലും തർക്കം. പ്രസിഡന്റുമാരുടെ ആ ഓർഡർ ഓഫ് സീക്വൻസ് സംശയം, സെക്രട്ടറിമാരുടെ സീക്വൻസ് സംശയം, ഇതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് SNDP യോഗത്തിൻ്റെ ചരിത്രം എഴുതാൻ കെൽപ്പുള്ള ഒരാളെ അദ്ദേഹം ഏൽപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ പേരിലാണ് SNDP യോഗം പ്രസിഡന്റ് എന്നുള്ള പേരിലാണ് ബുക്ക് വന്നതെങ്കിലും അത് ശരിക്കും എഴുതിയത് പുതുപ്പള്ളി രാഘവനായിരുന്നു. പുതുപ്പള്ളി രാഘവൻ്റെ ഒരു മേന്മ, കായംകുളത്ത് പുതുപ്പള്ളി രാഘവൻ്റെ വീട്ടിൽ ഈ റെക്കോർഡ്സ് എല്ലാം സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ പുതുപ്പള്ളി 2 പ്രധാന പുസ്തകങ്ങൾ എഴുതി. ഒന്ന് MK കുമാരൻ്റെ പേരിൽ നമ്മൾ ഇന്ന് കാണുന്ന ആർ ശങ്കറിൻ്റെ ജീവചരിത്രവും SNDP യോഗത്തിൻ്റെ ചരിത്രവും PS വേലായുധൻ്റെ പേരിലാണ് വരുന്നതെങ്കിലും എഴുതിയത് പുതുപ്പള്ളിയാണ്. പൈസയ്ക്ക് വേണ്ടി തന്നെ എഴുതിയതാണ്, ഫ്രീ അല്ല. അപ്പോൾ ആ പുതുപ്പള്ളി എഴുതിയ SNDP യോഗ ചരിത്രം ഇത്രയും നിഷ്കർഷയോടെ എഴുതി തീർത്തത് വേലായുധ മാഷിൻ്റെ കാലത്താണ്. അതിന് പുതുപ്പള്ളിക്ക് പൈസ കൊടുത്തെങ്കിലും ആ പുസ്തകത്തെ മറികടന്ന് അതിനേക്കാൾ ഒരു ബെറ്റർ ബുക്ക്
ഇതുവരെ ആരും എഴുതപ്പെട്ടിട്ടില്ല. പ്ലാറ്റിനം ജൂബിലി വോളിയം ഇറങ്ങി, അത് കഴിഞ്ഞ് പല പുസ്തകങ്ങളും സപ്ലിമെൻ്റൊക്കെ എഴുതിയെങ്കിലും ഇത്രയും വിശദമായി SNDP യോഗത്തിൻ്റെ ഉള്ളറകളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഒരു ഗ്രന്ഥം ഇന്നും PS വേലായുധൻ്റെ SNDP യോഗ ചരിത്രം തന്നെ. അതും ഒരു 650 പേജുണ്ട്. പ്ലാറ്റിനം ജൂബിലി വോളിയത്തിൽ ഫോട്ടോ ആണ് കൂടുതൽ കാണുന്നത്. അപ്പോൾ ജീവചരിത്രങ്ങളിലേക്കുള്ള എത്തിനോട്ടം നമുക്കധികം കാണാനില്ല. അപ്പോൾ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ SNDP യോഗത്തിൻ്റെ ഈ സമുന്നത നേതാവിനെ വളരെയധികം പോപ്പുലറാക്കി. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് 10 വർഷം, ഒരുപക്ഷെ കുമാരനാശാൻ സെക്രട്ടറി ആയിട്ട് ദീർഘകാലം ഇരുന്നതിന് ശേഷം ഇത്രയും കാലം ഇതിൻ്റെ പ്രവർത്തന മണ്ഡലത്തിൻ്റെ തലപ്പത്തിരിക്കാൻ വേലായുധൻ മാഷ് മാത്രമേ ഭാഗ്യമുണ്ടായുള്ളൂ. 5-10 വർഷം സെക്രട്ടറി പ്രസിഡൻ്റായി ഇരുന്നുകൊണ്ട് പല പ്രവർത്തനങ്ങളും വളരെ സജീവമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു. ഇതിൻ്റെ ഇടയിലാണ് അദ്ദേഹം സ്വന്തം നിലയിലും റോമൻ ചരിത്രം, ഗ്രീക്ക് ചരിത്രം, ജീവിതകഥ, പിന്നെ മറ്റൊരു ബുക്ക് കൂടി എഴുതി, സുഖക്കേടിൻ്റെ സുഖം. ആരെങ്കിലും സന്തോഷം കണ്ടിട്ടുണ്ടോ? സുഖക്കേടിൻ്റെ സുഖം എന്നും പറഞ്ഞൊരു ബുക്കുണ്ട്. അത് ഞാൻ പലയിടത്തും നോക്കിയിട്ട് എങ്ങും കാണാൻ പറ്റിയിട്ടില്ല. അതും റീപ്രിൻ്റ് ചെയ്യേണ്ടതാണ്. സുഖക്കേട് വന്നാലുള്ള സുഖം. ഒരു പക്ഷേ ഞാൻ ബുക്ക് കണ്ടിട്ടില്ല, എനിക്കതുകൊണ്ട് പറയാറിഞ്ഞൂടാ. പക്ഷേ സുഖക്കേട് വന്നാൽ നമുക്ക് റെസ്റ്റ് ചെയ്യാം. ആ റെസ്റ്റിംഗ് പീരീഡാണോ അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് അറിഞ്ഞുകൂടാ. അങ്ങനെയും ഒരു പുസ്തകമുണ്ട്. പിന്നെ കേരള സമസ്ത സാഹിത്യ പരിഷത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായിരുന്നു. ഹിസ്റ്ററി അസോസിയേഷൻ്റെ എല്ലാമായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ, നാനാവിധത്തിലുള്ള പ്രവർത്തനങ്ങളാണ് അദ്ദേഹത്തെ വളരെയധികം പോപ്പുലറാക്കിയത്. ചെമ്പഴന്തിയിലും കൊല്ലത്തുനിന്നും അദ്ദേഹത്തിന് വേണ്ടത്ര സ്മാരകങ്ങൾ ഉണ്ടാക്കുന്നതിന് ആർക്കും സാധിച്ചില്ല എന്നുള്ള പരിതാപകരമായ അവസ്ഥ ഇന്നും നിലനിൽക്കുന്നു. കാരണം ഒരു പക്ഷേ വേലായുധൻ മാഷുമായിട്ട് നേരിട്ട് ബന്ധമുള്ള വിദ്യാർത്ഥികളും ശിഷ്യന്മാരൊക്കെ റിട്ടയർ ചെയ്ത് പോയി. അതുകൊണ്ടായിരിക്കും വേലായുധൻ മാഷിനെ അനുസ്മരിക്കുന്നതിന് സാധിക്കാതെ വന്നത്. അപ്പോൾ ഞാനിനി ഈ കാര്യം ദീർഘിപ്പിക്കുന്നില്ല. കാരണം വേലായുധൻ മാഷിനെ പറ്റി സംസാരിക്കാൻ ജയലക്ഷ്മി വിനോദമുണ്ട്. അതിനിടയിൽ ഇനി മറ്റൊരു കൊച്ചു കാര്യം കൂടി ഞാൻ ചെയ്യാൻ തീരുമാനിച്ചു ആണ് വന്നത്. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഇന്നലെ NGS നാരായണൻ്റെ 1ാം ചരമവാർഷികമായിരുന്നു. വിനോദിനറിയാം, 70 മുതൽ 90 വരെ 20 വർഷക്കാലം MGS ഒരു ഇടതുപക്ഷക്കാരനായിരുന്നു. 90-ൽ അദ്ദേഹം റിട്ടയർ ചെയ്തപ്പോഴാണ് ICHRൻ്റെ മെമ്പർ സെക്രട്ടറി ആയി. അത് കഴിഞ്ഞ് അദ്ദേഹം അതിൻ്റെ ചെയർമാനായി. പിന്നീടാണ് കോൺഗ്രസ് ഗവൺമെൻറ് അദ്ദേഹത്തെ തൃപ്പൂണിത്തുറ ഹിൽ പാലസിൻ്റെ ഡയറക്ടർ ജനറലാക്കിയത്. അപ്പോൾ അങ്ങനെ അദ്ദേഹം ഇടത്, പ്രോ BJP, പ്രോ കോൺഗ്രസ് എല്ലാ പാർട്ടിയിലും പ്രവർത്തിച്ചുകൊണ്ട് ഒരു 80 വയസ്സ് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ ആരും മൈൻഡ് ചെയ്യാതെയായി. ആരും കാണാൻ പോലും പോയില്ല. ഒരിക്കൽ ഞാൻ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു, ഇപ്പം എൻ്റെ വിദ്യാർത്ഥികൾ ഈ വീടിന് ചുറ്റും ഉണ്ടെങ്കിലും എന്നെ ആരും കാണാൻ വരുന്നില്ല. കാരണം ചിലർ പറയും ഞാൻ സംഖ്യയാണ്, മറ്റു ചിലർ പറയും ഞാൻ കോൺഗ്രസ്സാണ്, വേറെ ചിലർ പറയും ഞാൻ ഇടതുപക്ഷക്കാരനാണ്. അതുകൊണ്ട് ഇപ്പോൾ ആരും വരണില്ല. അദ്ദേഹത്തിൻ്റെ നവതി പോലും ആരും ആചരിക്കുകയോ ആഘോഷിക്കുകയോ ഒരു ഫോൺ പോലും ചെയ്തില്ല എന്നൊരിക്കൽ എന്നോട് പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് തോന്നിയത്, അത്തരം ഒരാളെ ബഹുമാനിക്കേണ്ടത് ചരിത്ര വിദ്യാർത്ഥികളുടെ കടമയാണെന്ന് പറഞ്ഞിട്ട് ഞാനന്ന് ഒരു 10-60 ആർട്ടിക്കിൾസ് ചേർത്ത് സം പെർസ്പെക്റ്റീവ്സ് ഓൺ ഇന്ത്യൻ ഹിസ്റ്ററി ആൻഡ് കൾച്ചർ, എ നവതി വോളിയം ഇൻ ഓണർ ഓഫ് MGS നാരായൺ എന്നുള്ള പുസ്തകം സമർപ്പിച്ചു. പ്രിൻ്റ് ചെയ്ത് ഞാൻ കുറേ പേരെ അറിയിച്ചു. കാലിക്കറ്റ് MGS താമസിച്ചിരുന്ന സ്ഥലത്തിന് ചുറ്റുമുള്ളവരെ പോലും അറിയിച്ചിട്ട് ആകെ 4-5 പേര്, എൻ്റെ 2-3 വിദ്യാർത്ഥികളും ഒക്കെ മാത്രമേ വന്നുള്ളൂ. അത് MGSന് സമർപ്പിച്ചു. ഞാൻ അടുത്ത ട്രെയിനിങ് പോരുകയും ചെയ്തു. പേപ്പറിൽ പോലും വാർത്ത വന്നില്ല. അപ്പോൾ
നിഷ്പക്ഷമായി പ്രവർത്തിച്ചാൽ ആരും മൈൻഡ് ചെയ്യില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് മിനിഞ്ഞാന്ന് 1-ാം ചരമവാർഷികം വന്ന MGS നാരായണൻ. അങ്ങനെയുള്ളൊരു ചരിത്രകാരനെ, MGSൻ്റെ 10 മലയാളം ബുക്കുകളും 8 ഇംഗ്ലീഷ് ബുക്കുകളുമാണ് കേരളത്തിൻ്റെ ചരിത്രത്തെ റീറൈറ്റ് ചെയ്യുന്നതിന് സഹായിച്ചത്. ആ റീറൈറ്റിംഗ് ഇളംകുളത്തിൻ്റെ സ്റ്റൈലിലാണ്. ഇളംകുളത്തിന് ഇതുപോലെ ശത്രുക്കളാണ്. ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടിയിലും ഒരു പാർട്ടിക്കാർക്കും അദ്ദേഹത്തെ വിശ്വാസമില്ല. കാരണം ഇളംകുളത്തിനെതിരെ പറയുന്നത് ഇളംകുളത്തിൻ്റെ നമ്പൂരി ശകാരം എന്നും പറഞ്ഞ് നമ്പൂതിരിമാരും, ഇളംകുളത്തിൻ്റെ നായർ ശകാരം എന്ന് പറഞ്ഞ് നായന്മാരും, ഇളംകുളത്തിൻ്റെ ഈഴവ ശകാരം എന്ന് പറഞ്ഞ് ഈഴവരും ഇളംകുളത്തിനെ തഴഞ്ഞു. അപ്പോൾ അതുപോലെയുള്ളൊരു ഗതികേടാണ് MGS നാരായണനും ഉണ്ടായത്. പക്ഷേ ഭാവിയിൽ അവരുടെയൊക്കെ ചരിത്രവും ചിത്രവും കുറേയും കൂടി വ്യക്തമാകും എന്നെനിക്കുറപ്പുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള MGS നാരായണൻ്റെ പേരിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അതിന് പറ്റിയ ദിവസം MGSൻ്റെ PS വേലായുധൻ മാഷിൻ്റെ ചരമദിനത്തിൻ്റെ ജനനദിനത്തിൻ്റെ അന്നാന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാനൊരു പ്രശസ്തി പത്രം ഒരാൾക്കായി തയ്യാറാക്കിയിരിക്കുന്നു. ഒരു പെൻഷനർ, ജസ്റ്റിസ് ഡോക്ടർ K. സുകുമാരൻ. സർട്ടിഫിക്കറ്റ് ഓഫ് ഓണർ ടു ജസ്റ്റിസ് K. സുകുമാരൻ, ചീഫ് പാട്രൺ ആൻഡ് ചീഫ് എഡിറ്റർ, നവനീതം. Young Sukumaran, born on the 11th July 1930, was a graduate in maths from Maharajas College, Ernakulam, and a law graduate from Law College. In 1954, he was initiated into legal profession by Justice P. Govindan Nair, former Chief Justice of Kerala and Madras High Courts, as pleader, advisor, and commissioner of inquiry. Dr. K. Sukumaran rendered human service during 1954-81. In 1981, Advocate Sukumaran was made a judge of the Kerala High Court, a position which he retained for a decade. When Advocate K.K. Usha was elevated as judge of Kerala High Court, Justice Sukumaran was posted as judge in Bombay High Court, where from he retired in 1992. In 1999, he published Life and Law as a collection of essays, 272 pages. His book on Temple Proclamation of 1936 is a milestone in the history of social revolution. My prefaces and essays published in 2023 bring out his full personality in 304 pages. In 2026, Justice Sukumaran published Life in Bombay High Court, his local self-government and common people on sign actor Satyan, Sri Narayana culture, Sahodaran social revolution, etc. are but innovative studies. His editorship of Navanidam monthly, the organ of Indian Society of Authors, opened new vistas of knowledge. As chief editor, he is guiding the destinies of this monthly, besides editing law reports for a long time. There is no academic body not connected with Justice Sukumaran in Kerala, whether it is human rights issue or environmental hazards. His close contacts with SNV Sadanam, Sri Narayana Giri, Sahodara Samajam, etc. revealed his humanism and philanthropy. The Kerala Sahitya Academy Award, the Uttarakhand Tirunal Award, the Heritage Award, Vidwan T.P. Ramashalla Award are other noticeable awards received by him in recent days. By honoring Justice Sukumaran today, 27/4/26, first death anniversary of MGS, we are honoring a senior citizen of the country who served as a society for over 9 decades. Let me wish and pray for greater health and activism to celebrate his centenary. Chairman, MGS Foundation. Thank you, sir, for honoring Sukumaran, sir, timely honoring Sukumaran, sir. Thank you, sir. Thank you very much. വിനോദ് സാറിന് അടുത്ത് തന്നെ ഒരു പരിപാടി വേറെ ഉണ്ട്, പോകേണ്ടതായിട്ടുണ്ട്.
വിനോദ് സാറാണ് ഈ പുസ്തകം രണ്ടാമത് പ്രിൻ്റ് ചെയ്യാനുള്ള ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കിയത്. അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചതും പ്രബോധ ട്രസ്റ്റാണ് ഇതിൻ്റെ പബ്ലിക്കേഷൻ. രണ്ടാമത് റീപ്രിൻ്റ് ചെയ്യാനും എല്ലാ ബുദ്ധിമുട്ടും ചെയ്തത് വിനോദ് സാറാണ്. പ്ലീസ് കം സർ ടു ഷെയർ യുവർ ഫീലിങ്സ്. താങ്ക് യു ഗീത മാഡം. ഏറെ പ്രിയപ്പെട്ട ജസ്റ്റിസ് സുകുമാരൻ സാർ, ജസ്റ്റിസ് PS ഗോപിനാഥൻ സാർ, പ്രിയപ്പെട്ട പ്രമുഖ ഹിസ്റ്റോറിയൻ ശങ്കരൻകുട്ടി സാർ, മറ്റ് സ്നേഹമുള്ളവർ, സദനത്തിലെ ഒരു മീറ്റിംഗ് വളരെ ഹൃദ്യമായിട്ടാണ് സംഘടിപ്പിക്കുക. അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എൻ്റെ ഓഡിയൻസാണ്. ജീവിതത്തിൻ്റെ പല തുറകളിലെ ധാരാളം ആൾക്കാരെ നമ്മൾക്ക് സദനത്തിൽ വന്നാൽ കാണാൻ സാധിക്കും. ഈ ബുക്കിനെ കുറിച്ച് ഞാൻ അധികമൊന്നും പറയുന്നില്ല. ശങ്കരൻകുട്ടി സാർ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ പോലെ ഞാൻ പയ്യന്നൂർ കോളേജിൽ പഠിക്കുന്ന സമയത്താണ് വേൾഡ് ഹിസ്റ്ററി എന്ന ബുക്ക് വായിക്കുന്നത്. അതിന്ന് സുലഭമാണ്, അതിൻ്റെ ധാരാളം പ്രിൻ്റുകൾ വന്നിട്ടുണ്ട്. ഇന്ന് അദ്ദേഹത്തിന് ധാരാളം ബുക്കുകളിൽ നിന്ന് ഔട്ട് ഓഫ് പ്രിൻ്റാണ്. സാറ് വളരെ വിശദമായി സൂചിപ്പിച്ച കേരള ഹിസ്റ്ററി അതൊന്ന് പ്രിൻ്റ് ചെയ്യണമെന്നൊരു മോഹം എനിക്ക് ഉണ്ട്. കാരണം ചോദിച്ചാൽ പ്രൊഫസർ PS വേലായുധന് ശേഷമാണ് കേരള ചരിത്രം അതിൻ്റെ പ്രത്യയശാസ്ത്ര കെണിയിൽപ്പെട്ടുപോയത്. ഇന്ന് ഇന്ത്യയിൽ ഒരു പ്രത്യയശാസ്ത്ര കെണിയിൽപ്പെട്ട് ഇങ്ങനെ തലതല്ലി കരയുന്നൊരു ഹിസ്റ്ററിയാണ് കേരള ഹിസ്റ്ററി. അത് നമ്മൾ പറഞ്ഞു തന്നെ അതിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. നമ്മൾ PS വേലായുധൻ സാറിനെ കുറിച്ച് പറയുമ്പോൾ പ്രമുഖ ഹിസ്റ്റോറിയൻ, കേരള ഹിസ്റ്ററി അസോസിയേഷൻ്റെ നെടുംതൂണ്, SNDP യോഗത്തിൻ്റെ പ്രസിഡൻറ്റ്, സെക്രട്ടറി, SRPയുടെ സ്ഥാപകൻ, മഹാരാജാസ് കോളേജിനെ ഈ രീതിയിൽ പ്രൗഢഗംഭീരമാക്കിയ ഒരു മഹാമേരു. ഈ ബുക്കിൻ്റെ ചാപ്റ്റർ 8-ലും ചാപ്റ്റർ 12-ലും മഹാരാജാസ് കോളേജിനെ കുറിച്ചാണ്. വളരെ വേദനയോട് ഞാൻ പറയുകയാണ്, മഹാരാജാസ് കോളേജ് 1845 ദിവാൻ ശങ്കരവാര്യർ തുടങ്ങിയതാണ്. ഇന്ന് ആ കലാലയം ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട തെറ്റായ കാര്യം, ആ സ്കൂളിൻ്റെ ഹിസ്റ്ററിയെ മുഴുവൻ മാറ്റിമറിച്ച് കോളേജ് തുടങ്ങിയ കാലഘട്ടം മുതൽ ആരംഭിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ഈ ആത്മകഥ. ഈ ആത്മകഥയിൽ പറയുന്നുണ്ട് 1845 മുതൽ 1945 ഒരു കാലഘട്ടം സൂചിപ്പിച്ചുകൊണ്ട് UGCക്ക് കത്തയച്ച് പൈതൃക പട്ടികയിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ആദ്യം വന്ന കോളേജാണ് മഹാരാജാസ്. പക്ഷേ ദൗർഭാഗ്യവശാൽ ആ സ്കൂളിൻ്റെ ചരിത്രത്തിന് വേണ്ടി ഞാനടക്കം ധാരാളം ആൾക്കാർ തലതല്ലി കരഞ്ഞെങ്കിലും ഒരു രക്ഷയുമില്ലാത്ത തോതിൽ പോയി. പക്ഷേ ആ ഓർഡർ ഈ ആത്മകഥയിലുണ്ട്. അദ്ദേഹം UGCക്ക് ലഭിച്ച ഓർഡറുണ്ട്. ഞാൻ അധികം നീട്ടി പറയുന്നില്ല. വളരെ സന്തോഷമുണ്ട് ഇതിൻ്റെ രണ്ടാം പതിപ്പ് ഇവിടെ വന്ന ശേഷം വളരെ സന്തോഷമുണ്ട്. അതായത് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് SRPയുടെ സ്ഥാപകൻ, SNDP യോഗത്തിൻ്റെ ആൾ എന്നതിനൊക്കെ ഉപരിയായിട്ട് എറണാകുളത്തെ ഒരു വേട്ട സ്ഥലമാക്കി മാറ്റിയ ആൾക്കാരിൽ ഒരാളാണ് PS വേലായുധൻ. എറണാകുളത്തിൻ്റെ സാമൂഹ്യ മുന്നേറ്റങ്ങളിൽ PS വേലായുധൻ്റെ പേര് നമ്മൾ പതിപ്പിക്കേണ്ടതുണ്ട്. ഇതിൻ്റെ സ്ഥാപകയായ തപസ്വിനിയമ്മ, ആ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും നന്നായിട്ട് സോഴ്സ് ഉള്ളത് ഈ ആത്മകഥയിൽ മാത്രമാണ്. അത് 26-ാമത്തെ പേജിൽ സദനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. സദനം എന്നാണ് സ്ഥാപിക്കപ്പെട്ടത്? ജൂൺ 6, 1921 ആ സദനത്തിൻ്റെ ചരിത്രം ഞാനും ഗീതാ മാഡത്തിൻ്റെ സഹായത്തോടെ നമ്മൾ ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്യപ്പെട്ടപ്പോൾ, തപസ്വിനിയമ്മയെക്കുറിച്ച് പബ്ലിഷ് ചെയ്യപ്പെട്ടപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ സഹായിച്ചത് ഈ ആത്മകഥയാണ്. എറണാകുളത്തിൻ്റെ ചരിത്രത്തിൽ നമുക്ക് C. കേശവൻ്റെയും സഖാവ് ലോറൻസിൻ്റെയും ധാരാളം ആത്മകഥകൾ ലഭ്യമാണെങ്കിലും ഇതിന് ബദലായിട്ട് വേറെ അതിൻ്റെ ഭാഷയാണ്. ശങ്കരൻകുട്ടി സാറ് പറഞ്ഞു അതിൻ്റെ ഭാഷ. അതുകൊണ്ട് ഞങ്ങൾ അത്ര വലിയ വിസ്തൃതമായ തോതിൽ അതിനെ പബ്ലിഷ് ചെയ്യുന്നു. വലിയൊരു എഫേർട്ടായിരുന്നു. മഹാരാജാസ് കോളേജ് ധാരാളം കുട്ടികൾ, അർച്ചനയുണ്ട്, അഞ്ജനയുണ്ട്, അതുപോലെ ധാരാളം കുട്ടികളുടെ സഹായത്തോടെ ആ ബൃഹത് പദ്ധതി ഞങ്ങൾ കൊണ്ടുപോയതാണ്. ഞാനും ഗീതാ മേഡവും എൻ്റെ സഹപ്രവർത്തകൻ ദിബു സാറുമുണ്ട്. ഞാൻ അധികം നീട്ടുന്നില്ല. വളരെ സന്തോഷമുണ്ട് ഈ ഒരു വേദിയിൽ ഇത് പ്രകാശനം ചെയ്യപ്പെട്ടതിൽ. സന്തോഷ് സാറിൻ്റെ സാന്നിധ്യമുണ്ട്. ചെറിയ ഇടവേളയ്ക്ക് ശേഷമാണ് ശങ്കരൻകുട്ടി സാറിനെ കേൾക്കുന്ന വളരെ മനോഹരമായ തോതിൽ അദ്ദേഹം സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞ ബുക്ക് സുഖക്കേടിൻ്റെ സുഖമെന്ന് പറയുന്നത് ഹാസ്യമാണ്. ഞാനിത് വായിച്ചില്ലെങ്കിലും ഇതേ വേദിയിൽ നമ്മുടെ പ്രിയപ്പെട്ട പ്രൊഫസർ സാനു മാഷ് ആ ബുക്കിൻ്റെ കണ്ടൻറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞാനത് ഓർക്കുന്നു. ഓക്കെ, എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. PS വേലായുധ മാഷിന് ഞാൻ എൻ്റെ ഒരു ചരിത്ര വിദ്യാർത്ഥി എന്ന രീതിയിൽ ആദരവ് പറയുന്നു. ഇതേ വേദിയിൽ തന്നെ ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട MJ സാറിനെ ഓർമ്മിപ്പിച്ചതിൻ്റെ ആരാധ്യനായ പ്രൊഫസർ ശങ്കരൻകുട്ടി സാറിനോടുള്ള കടപ്പാടും സ്നേഹവും അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. അടുത്തത് ജയകുമാരി മാഡാണ്. ഇൻസൈഡ് പ്രസിഡൻ്റ് ആയിരുന്നു. പ്ലീസ് കം. ബഹുമാനപ്പെട്ട ഇൻസൈഡ് മുഖ്യ രക്ഷാധികാരി ഡോക്ടർ ജസ്റ്റിസ് സുകുമാരൻ സർ,
പുസ്തകം ഏറ്റുവാങ്ങിയ ശ്രീ സന്തോഷ് കുമാർ, ഇൻസൈഡ് പ്രസിഡൻറ്റ് പ്രൊഫസർ ഡോക്ടർ ശങ്കരൻകുട്ടി നായർ, ഡോക്ടർ വിനോദ് കുമാർ, ശ്രീമതി ഗീത, ശ്രീമതി ഷാരി, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന മറ്റു മാന്യ വ്യക്തിത്വങ്ങളെ, എനിക്ക് മുൻപ് 3-4 പേർ പ്രസംഗിച്ചു കഴിഞ്ഞു. എല്ലാവരും ചരിത്ര വിഷയത്തിൽ പാണ്ഡിത്യമുള്ളവരാണ്. എനിക്ക് ചരിത്ര വിഷയവുമായി വലിയ ബന്ധമൊന്നുമില്ല. എന്നെ പ്രാസംഗികയായി ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ നേരത്തെ തന്നെ അവരോട് പറഞ്ഞിരുന്നു, എനിക്കിതിൽ വലിയ പാണ്ഡിത്യമൊന്നുമില്ല, പക്ഷേ എനിക്കറിയാവുന്ന കുറേ കാര്യങ്ങൾ ഞാൻ കുത്തിക്കുറിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ട് എന്നെ ഇവിടെ പരിചയപ്പെടുത്തിയപ്പോൾ പറഞ്ഞു, ഞാൻ സാനുമാഷിനെ കുറിച്ച് പറയുമ്പോൾ വലിയ ആവേശത്തോടെ സംസാരിക്കാറുണ്ട് എന്ന് പറയുകയുണ്ടായി. കാരണം അദ്ദേഹത്തിൻ്റെ ലാളിത്യം, വിനയം ഒക്കെ എന്നെ വളരെയധികം ആകർഷിച്ചിട്ടുള്ളതാണ്. എന്തെന്നാൽ ഞാൻ ലോ കോളേജിലെ അധ്യാപികയായപ്പോൾ മാഷ അവിടെ വരികയും അപ്പോൾ ഞാൻ ചെന്ന് പരിചയപ്പെട്ടു. എൻ്റെ മാതാപിതാക്കളുടെ പേര് പറഞ്ഞ് ഞാൻ പരിചയപ്പെട്ടു. അപ്പോൾ തന്നെ സാർ എന്നോട് ചോദിച്ചു, ആ കൊച്ചുകുട്ടി അമ്മയുടെ കയ്യും പിടിച്ച് എൻ്റെ പ്രസംഗം കേൾക്കാൻ മഹാരാജാസിൽ വന്ന് ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അതായത് ഞാനൊരു 8 വയസ്സുള്ളപ്പോഴാണ്, 8-10 വയസ്സുള്ള സമയത്താണ് ഞാൻ മഹാരാജാസിൽ ഞാൻ മാഷിൻ്റെ പ്രസംഗം കേൾക്കാൻ പോകുന്നത്. പ്രസംഗം കേൾക്കാനല്ല ഞാൻ പോയത്, അമ്മയും അച്ഛനും പോകുന്ന കൂട്ടത്തിൽ പോകാനുള്ള ആഗ്രഹം കൊണ്ട് മാത്രം ഞാൻ പോയതാണ്. പ്രസംഗമൊന്നും ഞാൻ കേട്ടു, പക്ഷെ ഞാൻ അവിടെ പേടിച്ചിരുന്നു. ഞാൻ മാത്രമേ ഒരു കൊച്ചുകുട്ടി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ സാറിൻ്റെ ആ ഓർമ്മശക്തി, സാനുമാഷിൻ്റെ ആ ഓർമ്മശക്തിയാണ് എന്നെ വളരെയധികം ആകർഷിച്ചത്. അതുകൂടാതെ പിന്നീട് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് സാനുമാഷിനെ പിന്നെ കാണുന്നത്. അത് സുമാര സാറിൻ്റെ ജന്മദിനം ഘോഷിക്കാൻ വേണ്ടി വന്ന സമയത്താണ്. അപ്പോഴും വേദിയിലേക്ക് സാനുമാഷ് കയറി വന്നപ്പോൾ ഞാൻ ഓടിച്ചെന്ന് പറഞ്ഞു, ഞാൻ ഇന്ന ആളുടെ മകളാണെന്ന് പറഞ്ഞത് ഉടനെ തന്നെ സാനുമാഷ് കയ്യിലിരുന്ന ഒരു ചെറിയ കുപ്പിയെടുത്ത് ഡ്രോപ്സ്, കണ്ണിലിടാനുള്ള മരുന്നാണ്. ഞാൻ പറഞ്ഞ ഉടനെ തന്നെ ആളെ മനസ്സിലായി. ഉടനെ തന്നെ എന്നോട് പറഞ്ഞു, എൻ്റെ കണ്ണിൽ രണ്ടും ഈ മരുന്നൊന്ന് ഒഴിച്ചു തരുമോ എന്ന് പറഞ്ഞു. അപ്പോൾ വർഷങ്ങൾ എത്ര കഴിഞ്ഞിട്ടും എന്നെ ഓർക്കുന്നുണ്ടെന്നുള്ളതാണ്. അതുപോലെ തന്നെ എന്നോട് പറഞ്ഞു, അത് ആ കുപ്പി അടച്ചിട്ട് എൻ്റെ പോക്കറ്റിലിടുമെന്ന് പറഞ്ഞു. അപ്പോൾ അത്രയും ആധികാരികമായി എന്നോട് സംസാരിക്കാൻ സാധിക്കും. ഇന്നയാളുടെ മകളാണ്. ഇന്ന് വർഷങ്ങൾ കഴിഞ്ഞിട്ടും സാനുമാഷ് ഓർത്തിരിക്കുന്ന കൊണ്ട് മാത്രമാണ് എനിക്ക് സാനുമാഷ് എന്ന് പറഞ്ഞാൽ, സാനുമാഷ് അധ്യാപകനായിരുന്നു, എഴുത്തുകാരനായിരുന്നു, പ്രാസംഗികനായിരുന്നു, നിരൂപകനായിരുന്നു, രാഷ്ട്രീയ നേതാവായിരുന്നു, സാമാജികനായിരുന്നു, വിദേശ രാജ്യങ്ങൾ ഒരുപാട് സഞ്ചരിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ലാളിത്യം, വിനയം, അതൊക്കെ എന്നും ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ സാനുമാഷ് എന്ന് പറയുമ്പോൾ എനിക്കൊരാവേശം ഉള്ളിൽ നിന്നും വരുന്നത്. നമുക്കിവിടെ ഇന്നത്തെ പരിപാടിയിൽ വേലായുധൻ പ്രൊഫസറെക്കുറിച്ചാണ് സംസാരിക്കേണ്ടത്. വേലായുധൻ പ്രൊഫസറെക്കുറിച്ചും ഞാൻ എൻ്റെ മാതാപിതാക്കളിൽ നിന്നും അറിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെ ഉള്ളു. അതുകൂടാതെ അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയെ കണ്ടിട്ടുണ്ട്. പിന്നെ ശ്രീ സന്തോഷ് എൻ്റെ ബ്രദറിൻ്റെ വലിയ ഫ്രണ്ടായിരുന്നു. ദിവസവും ഇവർ തമ്മിൽ മിക്കവാറും ദിവസങ്ങളിൽ ഇവർ നടക്കാൻ പോകുന്നതൊക്കെ ഒരുമിച്ചായിരുന്നു. സന്തോഷും എൻ്റെ ബ്രദറും പിന്നെ സോമൻ എന്നൊരു ഫ്രണ്ടും കൂടി ഉണ്ടായിരുന്നു. ഇവർ 3 പേരും കൂടിയാണ് നടക്കാനൊക്കെ പോയിരുന്നത്. അതുകൊണ്ട് എനിക്ക് സന്തോഷിനെ നല്ല പരിചയമുണ്ട്. അപ്പം ഞാനോർത്ത് സന്തോഷിനെ മറന്നു കാണുമെന്നാണ് ഓർത്ത്.
പക്ഷെ ഇവിടെ കയറി വന്നപ്പോൾ തന്നെ സന്തോഷം ഓടി വന്നിട്ട് ചോദിച്ചു എന്നെ അറിയുമോ എന്ന്. അപ്പം ഞാനായിരുന്നു അങ്ങോട്ട് ചോദിക്കണമെന്ന് ഓർത്തിരുന്നായിരുന്നു, പക്ഷെ ഞാൻ ശ്രദ്ധിച്ചില്ല. പക്ഷെ സന്തോഷം എന്നെ തിരിച്ചറിഞ്ഞു, അതിൽ വലിയ സന്തോഷമുണ്ട്. പിന്നെ അദ്ദേഹത്തെ ഒരു അധ്യാപകനെന്ന നിലയിൽ നമുക്കറിയാം, വളരെ പണ്ഡിതനായ അഗാധമായ പാണ്ഡിത്യമുള്ള വ്യക്തിയായിരുന്നു ചരിത്രത്തിൽ. അദ്ദേഹം കർക്കശക്കാരനായിരുന്നു. ക്ലാസ്സുകളെടുക്കുമ്പോൾ വളരെ നല്ല രീതിയിൽ അവതരിപ്പിക്കുമായിരുന്നു. അതുകൂടാതെ കുട്ടികളുടെ കാര്യത്തിൽ വലിയ ശ്രദ്ധയായിരുന്നു. അദ്ദേഹം ഉണ്ടായിരുന്ന കാലത്ത് ഓരോ വർഷവും 2 പേര് വെച്ച് മഹാരാജസിൽ നിന്നും IAS സെലക്ഷൻ കിട്ടുമായിരുന്നു. അതൊക്കെ ഒരു അധ്യാപകൻ്റെ വലിയൊരു കഴിവ് തന്നെയാണ്. അതുകൂടാതെ അദ്ദേഹം പിന്നീട് പ്രിൻസിപ്പളായപ്പോൾ ഒരു ശ്രേഷ്ഠനായ പ്രിൻസിപ്പൽ എന്നാണ് പറയുന്നത്. അതായത് വിദ്യാർത്ഥികളോടും രക്ഷിതാക്കളോടും സമഭാവനയോടുകൂടി പെരുമാറുമായിരുന്നു. അതിന് ഒരു ഉദാഹരണം, ഒരിക്കലൊരു ചീഫ് ജസ്റ്റിസ് അദ്ദേഹത്തിൻ്റെ മകള് ഫീസടക്കാൻ കുറേ നേരം ക്യൂവിൽ നിന്നു എന്ന് പറഞ്ഞ് പരാതിപ്പെട്ടു. അപ്പോൾ വേലായുധം പ്രൊഫസർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ താങ്കൾ വന്ന് നിന്നോളൂ എന്ന് ധൈര്യമായിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു. അത് വിദ്യാർത്ഥികളുടെ വരുന്ന ധനികരാണോ ആഡംബരം ഉള്ളവരാണോ ഇതൊന്നും നോക്കിയിട്ടല്ല അദ്ദേഹം എല്ലാ വിദ്യാർത്ഥികളോടും അതുപോലെ അധ്യാപകരോടും വളരെ സ്നേഹമായിരുന്നു എന്നാണ് പറയുന്നത്. അത് ഇന്നത്തെ അധ്യാപകർ അതൊക്കെ കണ്ടു പഠിക്കേണ്ടതാണ്. ഇന്നുള്ള അധ്യാപകർക്ക് ഈ മൂല്യബോധം എന്താണെന്നറിയില്ല. നമുക്കറിയാം, ഈയിടയ്ക്ക് നിതിൻ രാജു മരിച്ചത്. അധ്യാപകർക്ക് മൂല്യബോധം തകർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അധ്യാപകർ ഭീഷണിപ്പെടുത്തിയിട്ട് കുട്ടികൾ കുറേയധികം സഹിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ലോ കോളേജിലായിരുന്ന സമയത്തും ഒരു അധ്യാപകൻ ഒരു സ്റ്റുഡൻറ്റിനെ വിളിച്ച് വളരെ മോശമായ രീതിയിൽ വഴക്ക് പറയുന്ന കേട്ടു. ഞാൻ വിളിച്ച് ചോദിച്ചപ്പോഴാണ് ആ കുട്ടി പറയുന്നത്, റബ്ബർ ടാപ്പറാണ്, ക്ലാസ്സിലെത്തുമ്പോൾ താമസിക്കും, അതിന് ഈ സാറ് പിടിച്ചടിക്കുകയാണ്. അപ്പോൾ ലോയിലെ സാറല്ല, ആ സാറ് നോൺ ലോ സബ്ജക്റ്റ് എടുക്കുന്ന സാറാണ്. ഇതൊക്കെ ഈ അധ്യാപകർ കാണിക്കുന്ന എന്താണെന്ന് വെച്ചാൽ അവരുടെ ഉള്ളിലുള്ള അപകർഷതാബോധമാണ്. അതേസമയം നന്നായി ഇപ്പോൾ വേലായുധം പ്രൊഫസറുടെ കാര്യം പറയുമ്പോൾ അഗാധമായ പാണ്ഡിത്യമുണ്ട്, വീണ്ടും കൂടാതെ വിനയമുണ്ട്, മൂല്യബോധമുണ്ട്. അതൊക്കെ കൊണ്ട് എന്താണെന്ന് വെച്ചാൽ കുട്ടികളോട് ഇതുപോലെ കാണിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. അദ്ദേഹം കുട്ടികളുടെ ഉന്നമനം മാത്രമാണ് ലക്ഷ്യമാക്കിയിരുന്നത് എന്ന് ഞാൻ പറയുകയാണ്. അടുത്തതായിട്ട് അദ്ദേഹം SNDPയുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറേയധികം പ്രവർത്തിച്ചിട്ടുണ്ട്. ഗുരുദേവ ഭക്തനായിരുന്നു. പിന്നെ ഭക്തി, വൃദ്ധി, സത്യസന്ധത, ഇത് 3ഉം അദ്ദേഹത്തിൻ്റെ കൈമുതലായിരുന്നു എന്നാണ് പറയുന്നത്. അതുകൂടാതെ SNDP ഒരു SRP എന്ന പേരിൽ ഒരു രാഷ്ട്രീയ സംഘടന രൂപീകരിച്ചു. അതിന് പല ആളുകളുടെ കയ്യിൽ നിന്നും ധനം സമ്പാദിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ധനാഢ്യനുണ്ട്, അയാൾ പൈസ കൊടുക്കില്ല. അപ്പം എല്ലാവരും പറഞ്ഞു അയാളൊരു പിശുക്കനാണ്, അയാളുടെ അടുത്ത് പോകേണ്ട എന്ന് പറഞ്ഞു. പക്ഷേ വേലായുധം മാസ്റ്റർ പറഞ്ഞു, സാരമില്ല, നമുക്കൊന്നിച്ചൊന്ന് പോയി നോക്കാം. അവിടെ ചെന്ന് വേലായുധം പ്രൊഫസർ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഉടനെ തന്നെ അദ്ദേഹം 1000 രൂപ എടുത്തു കൊടുത്തു. അതായത് എത്രയോ വർഷം മുൻപാണെന്ന് ഓർക്കണം, വലിയ ഒരു തുകയാണെന്ന് കൊടുത്തത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു വ്യക്തികളുടെ ആ ഒരു സ്വഭാവ വൈശിഷ്ട്യമാണ് അവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒരു ബിസിനസ്സുകാരൻ പൈസ എടുത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം കുറേയധികം ബുദ്ധിമുട്ടിയിട്ടാണ് ആ പൈസ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ പൈസ കൊടുക്കുന്നതിന് അവർക്കൊരു വിലയുണ്ടാവും. ആ പൈസ കൊടുത്താൽ അതുകൊണ്ട് ഗുണമുണ്ടാവുക, അവർക്കോ അല്ലെങ്കിൽ സമൂഹത്തിനോ ഗുണമുണ്ടാവുക എന്ന് നോക്കി മാത്രമേ അവർ കൊടുക്കുകയുള്ളൂ. ധനാഢ്യം പിശുക്കെന്ന് സാധാരണ ആളുകൾക്ക് പറയാമെങ്കിലും നല്ല വ്യക്തികളെ കണ്ടാൽ കൈയൊഴിഞ്ഞ് മിക്കവാറും ആളുകൾ സഹായിക്കും. അതിനൊരു ഉദാഹരണമാണ് വേലായുധം പ്രൊഫസർ എന്നപ്പോൾ ഉടനെ തന്നെ പൈസ എടുത്തു കൊടുത്തു കഴിഞ്ഞു.
ഈ സദനത്തിൻ്റെ ഹിസ്റ്ററി എടുത്ത് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു, ഞാൻ വായിച്ചാൽ ശരിയാണെന്നറിയില്ല, ഒരു 104 വർഷം പിന്നിട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അത് ശരിയാണോ എന്ന് എനിക്കറിയില്ല, ഞാൻ വായിച്ചതെന്ന് എനിക്ക് കിട്ടിയതാണ്. ഇതിൻ്റെ തുടക്കത്തിൽ അയ്യാക്കുട്ടി ജഡ്ജിയും പിന്നെ അമ്പാടി കാർത്തിയാനി അമ്മയും പിന്നെ KP കറുപ്പനുമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ശ്രീ KP കറുപ്പൻ പെട്ടെന്ന് മരണപ്പെട്ടപ്പോൾ വേലായുധം പ്രൊഫസറെയാണ് അവിടെ നിയമിച്ചത്. പിന്നെ ആദ്യം SNV സ്ഥാനം തുടങ്ങിയത് ഒരു വാടക കെട്ടിടത്തിലായിരുന്നു. അന്നും സർക്കാർ അംഗീകരിച്ച ഒരു സംഘടനയായിരുന്നു സദനം. നമുക്കറിയാം സദനം തുടങ്ങിയത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയും ഗുരുദേവൻ്റെ ഉള്ളിലെ ഒരു ആശയം നടപ്പാക്കിയതാണ്. അതായത് ഗുരുദേവന് അറിവെന്ന് പറഞ്ഞാൽ ദൈവമാണ്. അപ്പോൾ ആ അറിവ് സമ്പാദിക്കണമെന്നുണ്ടെങ്കിൽ, അറിവ് സമ്പാദിച്ചാൽ നമുക്ക് താനെ ഭക്തിയും ശുദ്ധിയും എല്ലാം വരും, അതിൻ്റെ കൂടെ കുറേ അധികം ഫലങ്ങളും കിട്ടുമെന്നാണ് ഗുരുദേവൻ പറയാറുള്ളത്. അതായത് അറിവ് ദൈവമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പോൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അറിവ് ലഭിക്കേണ്ട ആവശ്യമുണ്ട്. പക്ഷേ സ്ത്രീകൾ പുറത്തേക്ക് പോയാൽ അവർക്ക് താമസിക്കാൻ സൗകര്യം ഉണ്ടാകില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അവർക്ക് താമസിക്കാൻ ഒരു സൗകര്യം ഒരുക്കേണ്ട ആവശ്യമുണ്ടല്ലോ എന്ന് കരുതിയാണ് ഈ സദനത്തിനെക്കുറിച്ച് ആലോചിക്കുകയും അതിനൊരു രൂപം നൽകാനായിട്ട് തീരുമാനിക്കുകയും ചെയ്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. വേലായുധം പ്രൊഫസർ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കുറേയധികം പുസ്തകത്തിൻ്റെ ശേഖരമുണ്ടായിരുന്നു. ആ പുസ്തകവും ഷെൽഫും എല്ലാം കൂടി സദനത്തിന് കൈമാറി എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. നമുക്ക് ഇതുപോലെയുള്ള പരിപാടികൾ നടത്തുമ്പോൾ മൂല്യബോധമുള്ള ആളുകളെക്കുറിച്ച് വ്യക്തികളെക്കുറിച്ച് സമൂഹത്തിന് പരിചയപ്പെടുത്തുക എന്നുള്ള ഒരു വലിയ ദൗത്യമാണ് ഇന്നിപ്പോൾ സദനവും ഇൻസയും കൂടി നടത്തുന്നത്. അത് ഇനിയും കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ, നമുക്കറിയാം ഇന്നത്തെ യുവതലമുറ വല്ലാതെ വഴിതെറ്റി പോകുകയാണ്. ഇതേപോലെ നല്ല നല്ല വ്യക്തിത്വങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ള ഒരു ദൗത്യം കൂടി ഏറ്റെടുക്കാൻ ഇൻസയ്ക്കും അതുപോലെ സദനത്തിനും കഴിയട്ടെ. അവരുടെ കരങ്ങൾക്ക് ജഗദീശ്വരൻ ശക്തി പകരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. സർ, ജസ്റ്റിസ് ഗോപിനാഥൻ സാറിന് എന്തെങ്കിലും ഓർമ്മകൾ ഞങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുണ്ടോ? ഷാലിന മാഡം, താങ്ക് യു ഫോർ യുവർ പ്രസൻസ്. താങ്ക് യു മാം ഫോർ സ്പെൻഡിങ് സോ മച്ച് ടൈം വിത്ത് അസ്. കർമ്മനിരതവും അർത്ഥപൂർണവുമായ ഒരു ജീവിതം നയിച്ച കേരളത്തിനും നമ്മുടെ സമൂഹത്തിനും തന്നെ വളരെയധികം വിലപ്പെട്ട നേട്ടങ്ങൾ സമ്മാനിച്ച പ്രൊഫസർ PS വേലായുധൻ്റെ ആ ജീവിതം പുതുതലമുറയ്ക്കൊന്ന് പരിചയപ്പെടുത്താനുള്ളൊരു എളിയ ശ്രമമാണ് ഞങ്ങളിന്നിവിടെ നടത്തിയത്. ചെറുപ്പം കുട്ടികൾ, പ്രത്യേകിച്ച് കോളേജ് സ്റ്റുഡൻസ് ഇത് മനസ്സിലാക്കണം, അറിയണം എന്നുള്ളൊരാഗ്രഹം മാത്രമാണ് ഞങ്ങൾക്കുള്ളത്. ഇന്ന് ഈ പരിപാടി ഇത്രയും വിജയമാക്കി തീർത്ത എല്ലാവരോടും നന്ദി പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സുകുമാരൻ സാറാണ് ഇത് നടത്താനും ഞങ്ങളെ വേണ്ട ഗൈഡൻസ് തന്ന് ഇത് യാഥാർത്ഥ്യമാക്കാനായിട്ട് ഞങ്ങളെ സഹായിച്ചത്. സുകുമാരൻ സാറിനെ ഭക്തി ആദരവോടെ നമിക്കട്ടെ. താങ്ക് യു സർ. ശങ്കരൻകുട്ടി സാറ് തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെ ഉച്ചയ്ക്ക് തന്നെ എത്തി. ഒരു 6 കൊല്ലം മുമ്പ് മംഗളവനത്തിൽ വെച്ച് ഇതുപോലെ പ്രൊഫസർ PS വേലായുധനെ ആദരിക്കുന്ന ഒരു പരിപാടിയിൽ ഞാൻ സംസാരിച്ചപ്പോൾ പറഞ്ഞു, 40 കൊല്ലത്തോളം സദനത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു പ്രൊഫസർ PS വേലായുധൻ എന്ന് പറഞ്ഞപ്പോൾ പരിപാടി കഴിഞ്ഞിറങ്ങിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്നിട്ട് എൻ്റെ ഒരു പ്രതിമ സ്ഥാപിക്കാത്തത് സദനത്തിൽ എന്ന് എന്നോട് ചോദിച്ചു. അതെനിക്ക് വല്ലാതെ ഫീൽ ചെയ്തു. പിന്നീടുള്ള ഓരോ പരിപാടിക്കും ഞാൻ ഈ വലിയ ഫോട്ടോ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇന്ന് വരെ ഞങ്ങൾ മുടങ്ങാണ്ട് പ്രൊഫസറുടെ എല്ലാ ചരമദിനവും ജന്മവാർഷികവും ഞങ്ങൾ ആചരിക്കാറുണ്ട്, ആഘോഷിക്കാറുണ്ട്. താങ്ക് യു സർ. താങ്ക് യു ഫോർ വളരെ വിലപ്പെട്ടൊരു പ്രഭാഷണം തന്നെയാണ് അദ്ദേഹം ഇവിടെ കാഴ്ചവെച്ചത്. അദ്ദേഹത്തോട് എല്ലാവരുടെ പേരിലും നന്ദി അറിയിക്കട്ടെ. താങ്ക് യു സർ. വിനോദ് കുമാർ കല്ലോലിക്കൽ പ്രൊഫസർ, മഹാരാജാസ് കോളേജ് ചരിത്ര വിഭാഗം മേധാവിയാണ്.
പ്രൊഫസറുടെ ജീവചരിത്ര പുസ്തകം 1 or 2 സ്വന്തക്കാരുടെ വീട്ടിൽ മാത്രം അത് ലഭിക്കാറുണ്ടായിരുന്നുള്ളൂ. സദനം ലൈബ്രറിയിൽ ഒരു കോപ്പി ഉണ്ടായിരുന്നു. പക്ഷെ കുട്ടികൾ പലരും, ചരിത്രം പഠിക്കുന്ന കുട്ടികൾ പലരും ഇത് ആവശ്യപ്പെടുമ്പോൾ കടയിലൊന്നും അവൈലബിൾ അല്ലായിരുന്നു. അങ്ങനെയാണ് വിനോദ് കുമാർ സാറ് ഈ സംരംഭത്തിന് ഇറങ്ങിയതും ഇത് 2ാമത് പ്രിൻ്റ് ചെയ്യാൻ ഒരുമ്പെട്ടതും അതൊരു യാഥാർത്ഥ്യമായതും. വിനോദ് കുമാർ സാറിന് വേറെ പരിപാടിയുണ്ട്, അദ്ദേഹം പോയി. അദ്ദേഹത്തിനെയും ഞാൻ നന്ദി അറിയിക്കുന്നു. ജയകുമാരി മാഡം ഇൻസയുടെ പ്രസിഡൻ്റായിരുന്നു, ഇപ്പോൾ ചാർജ് ഒഴിഞ്ഞേ ഉള്ളൂ. ജയകുമാരി മാഡം എപ്പോൾ കാണുമ്പോഴും എന്നോട് സദനത്തിൻ്റെ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താറുണ്ട്, സന്തോഷ നിമിഷങ്ങൾ പങ്കുവയ്ക്കാറുണ്ട്. മാഡത്തിൻ്റെ ഓർമ്മകൾ പങ്കുവച്ചതിന് പ്രത്യേകം നന്ദി പറയുന്നു. ഇന്നിവിടെ സന്നിഹിതരായിട്ടുള്ള ഓരോരുത്തരോടും ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കട്ടെ. ജീവചരിത്ര പുസ്തകത്തിലെ പ്രൊഫസർ പ്രത്യേകം മെൻഷൻ ചെയ്യുന്നുണ്ട്, ആക്റ്റീവായിട്ടുള്ള എല്ലാ രംഗങ്ങളിൽ നിന്നും പിൻവാങ്ങി മകൻ്റെ വീട്ടിൽ താമസിക്കുന്ന കാലത്ത് എനിക്ക് 2 സീമന്തി പുത്രികളാണ് ഉള്ളതെന്ന് അതിൽ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. ഒന്ന് കേരള ഹിസ്റ്ററി അസോസിയേഷനും 2 SNV സദനവും. അതെ, അദ്ദേഹം ആണ് ഇതൊരു ചാരിറ്റബിൾ ട്രസ്റ്റായിട്ട് രജിസ്റ്റർ ചെയ്യാൻ മുൻകൈയെടുത്തതും ഈ സ്ഥലം ആദ്യമായി സദനത്തിന് സ്വന്തമാക്കാൻ പരിശ്രമിച്ചതും കേരളം മുഴുവൻ നടന്ന് അദ്ദേഹം സംഭാവനകൾ സ്വീകരിച്ചതും ഈ കെട്ടിടം പണിയാനും ഒക്കെ ബുദ്ധിമുട്ടിയത് നമുക്ക് സോവനീർ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. ശങ്കരൻകുട്ടി സാറ് പറഞ്ഞ പോലെ നല്ലൊരു പ്രതിമ അദ്ദേഹത്തിന് വേണ്ടി ചെയ്യണമെന്നാണ് ഞാൻ ഇന്നും ഓർക്കുന്നത്. അത് യാഥാർത്ഥ്യമാകുമെന്ന് വിശ്വസിക്കുന്നു. ഓരോരുത്തരോടും പ്രത്യേകം നന്ദി അറിയിക്കട്ടെ. OVR സാറ്, അതുപോലെ ഷാലിന മാഡം ഒക്കെ നല്ല തിരക്കുള്ള ആളുകളാണെന്ന് അറിയാം. സ്റ്റിൽ അവരുടെ വിലപ്പെട്ട സമയം ചെലവഴിക്കാൻ നമ്മോടൊപ്പം എത്തിച്ചേർന്നതിന് പ്രത്യേകം എല്ലാവരോടും നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.